Good afternoon, all. എൻ്റെ പേര് ഡോക്ടർ ബിപിൻ ഗോപാൽ. So welcome Arvind sir. Welcome, welcome all our medical officers, our program officers. നമുക്ക് ഇന്നപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമുക്ക് COVID-19 വന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയ ആൾക്കാർക്ക് പിന്നീട് മറ്റു പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു സാധാരണ ഒരു ക്ഷീണമായിരിക്കാം, ചിലപ്പോൾ ഒരു പനിയായിരിക്കാം, വയറിളവായിരിക്കാം, തൊണ്ടവേദനയായിരിക്കാം, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലങ് ഫൈബ്രോസിസോ അല്ലെങ്കിൽ മയോകാർഡൈറ്റിസോ അതുപോലെയുള്ള മേജർ അസുഖങ്ങൾ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതിനെ റെഫർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് സർവീസസിന്റെയും മെഡിക്കൽ കോളേജിന്റെയും മുകളിൽ തൊട്ട് താഴെ അറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ആരംഭിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. 28 പേജുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. എല്ലാവരും ആ ഗൈഡ് ലൈൻസ് ഒന്ന് വായിക്കണം. കാരണം അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ പൾമണറി റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഗൈഡ് ലൈൻസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിലൂടെ ഒന്ന് കടന്നു പോവുക. അപ്പോൾ ഈ ക്ലിനിക്സ് സെറ്റപ്പ് ചെയ്യേണ്ടത് എല്ലാ PHC-കളിലും, എല്ലാ FHC-കളിലും, എല്ലാ CHC-കളിലുമാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്ക് ക്ലിനിക്ക് നടത്തിയാൽ മതി. അതും പ്രോബ്ലി 2 മണിക്കൂർ, അത് 2 അല്ലെങ്കിൽ മാക്സിമം 3 മണിക്കൂർ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് താലൂക്ക് ഹോസ്പിറ്റലും, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും, ജനറൽ ഹോസ്പിറ്റലും, മെഡിക്കൽ കോളേജിലും സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ PHC-യിൽ നിന്നും CHC-യിൽ നിന്നും റെഫർ ചെയ്യപ്പെടുന്ന പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ താലൂക്ക് ആശുപത്രിയിലെയും ജില്ലാ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലെയും സെക്കൻഡറി ലെവലും ടെർഷറി ലെവൽ ക്ലിനിക്സും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ PHC-യിലും PHC-യിലും FHC-യിലും ഉള്ള ക്ലിനിക്സ് ആണ്. നമ്മുടെ ജില്ലയിൽ ഇതിന്റെ ചാർജ് വഹിക്കാൻ പോകുന്നത് ജില്ലയിലെ NCD-യുടെ നോഡൽ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും ഇതിന്റെ ചാർജ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ശ്വാസ് പദ്ധതിയുടെ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേസ് ഡിസീസസിന്റെ നോഡൽ ഓഫീസർ ആയിട്ടുള്ള പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഇതിന്റെ സപ്പോർട്ടിംഗ് ഓഫീസർ. അതുപോലെ നമ്മുടെ ആർദ്രം കൺസൾട്ടന്റും നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ടാവും. സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ സ്റ്റേറ്റ് NCD ഡിവിഷൻ ആണ് ഇതിന്റെ ചാർജ് നോക്കുന്നത്. അപ്പൊ ഇതിന് ഒരു പരിശീലനം ആവശ്യമാണ്. കാരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ നോക്കേണ്ടത്, എന്ത് കാണുമ്പോൾ നമ്മൾ എങ്ങോട്ട് റെഫർ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ട്രെയിനിങ് സെഷൻസ് നമ്മുടെ ട്രെയിനിങ് ഡിവിഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ദിവ്യ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിലെ അംഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഒരു ട്രെയിനിങ് നടത്താൻ. അതുപോലെ പ്രൈവറ്റിൽ ഉള്ള ഡോക്ടേഴ്സിനും ഇതിൻ്റെ അകത്ത് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും ഈ ട്രെയിനിങ്ങിൽ പങ്കുകൊള്ളാം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിന്റെ അംഗമായിട്ടുള്ള ഡോക്ടർ അരവിന്ദ് സാറ് നമുക്കറിയാം. സാറ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന ഏറ്റവും വിദഗ്ധനായ ഒരു ആണ്. അപ്പൊ സാറിന്റെ ഒരു സേവനം, സാറിന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പൊ അതാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഓൺലൈൻ ട്രെയിനിങ് മോഡ്യൂൾസും കാര്യങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മതി ഈ ക്ലിനിക്ക്. PHC, FHC, CHC, താലൂക്ക് ഹോസ്പിറ്റൽ എവിടെയാണെങ്കിലും അത് പ്രിഫറബിളി തേഴ്സ്ഡേ എന്നൊരു ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റ് ക്ലിനിക്കുകളൊന്നും PHC-കളും CHC-കളും ഇല്ലാത്തൊരു ദിവസമാണ് തേഴ്സ്ഡേ. അത് അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 12 മണി തൊട്ട് 2 മണി വരെ ഒരു ടൈമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഫീൽഡിൽ നിന്നുള്ള കോവിഡ് റിക്കവേർഡ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും നമുക്ക് സ്ക്രീൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ രോഗികളെയും നമ്മൾ കാണണമെന്നാണ്. പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് ഇനിയിപ്പം നമുക്ക് ഈ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് സെലക്ഷനെ കുറിച്ചൊക്കെ ഇതിന്റെ ഇനീഷ്യൽ മീറ്റിംഗിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന്റെ ഒരു പോസ്റ്റ് ഇതിൽ നമുക്ക് ഡിസ്കഷനിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആശമാര്, നമ്മുടെ ഫീൽഡ് സ്റ്റാഫ്, അവരെയൊക്കെ ഈ കാര്യത്തിൽ സെൻസിറ്റൈസേഷൻ കൊടുക്കുന്നതായിരിക്കും. അവരും ഇതിനെ കുറിച്ചിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഫീൽഡിൽ നടത്തിയിട്ടായിരിക്കും പേഷ്യൻസിനെ നമ്മുടെ ക്ലിനിക്സിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇതിന്റെ എല്ലാം ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മുടെ PHC-യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ നമ്മൾ പേഷ്യന്റ് വരുന്നവരെ മാത്രമല്ല, നമ്മുടെ കോവിഡ് പോസിറ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ് നമ്മുടെ ഈ ക്ലിനിക്കിൽ വന്നില്ലെങ്കിൽ അവരെ കൂടി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. കാരണം അവർക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും മറ്റൊരു അസുഖം പ്രത്യക്ഷപ്പെട്ടാൽ അതിന് ഈ അസുഖവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക്
എപ്പിഡമോളജിക്കലി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലും ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജിലും ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ നമ്മൾ ഈ റെഫറൽ ഹോസ്പിറ്റലിൽ നമ്മൾ സജ്ജമാക്കി നിർത്തിയിരിക്കണം. കാരണം ഇതിന്റെ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ഒരു സിസ്റ്റത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ല. ഞാൻ പറഞ്ഞത് ചെറിയൊരു ക്ഷീണം തൊട്ട് അത് കാർഡിയോളജി വിഭാഗത്തിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ റെസ്പിറേറ്ററി മെഡിസിനിലായിരിക്കും, ചിലപ്പോൾ ഗ്യാസ്ട്രോഎൻട്രോളജിയിലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു ടീമിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ ഈ മേജർ ഹോസ്പിറ്റലൊക്കെ തന്നെ നമ്മളൊരു നോഡൽ പേഴ്സണെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തണം. പിന്നെ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം ഓൾറെഡി ഡോക്ടർ ദിവ്യ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എല്ലാ രോഗികളെയും നമുക്ക് നേരിട്ട് നമുക്ക് താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ ഒന്നും പറഞ്ഞു വിടേണ്ട കാര്യമില്ല. നമുക്ക് ഈ സഞ്ജീവനി പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺസേൺഡ് സ്പെഷ്യലിസ്റ്റുമായിട്ട് നമുക്ക് പിന്നെ കൺസൾട്ടേഷൻ നടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ, നമുക്കിപ്പോൾ ലങ് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സ്ട്രോക്ക് സിൻഡ്രോം ഉണ്ടെങ്കിൽ, കാർഡിയോളജി വെൻട്രിക്കുലർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കേസുകൾ കൺസേൺഡ് സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുക. അതുപോലെ നമ്മുടെ ശ്വാസ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് പൾമണറി റീഹാബിലിറ്റേഷൻ ക്ലിനിക്സ് നമ്മൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ FHCകളിലും നമുക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്വാസ ക്ലിനിക്സിലൂടെ നമ്മൾ നൽകുക. അതുപോലെ ടെലിമെഡിസിൻ നമ്മൾ മാക്സിമം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ഭയങ്കര കടുത്ത കോംപ്ലിക്കേഷൻസ് ആണ്, നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ അവരെ എവിടെ നിന്നാണോ ഡിസ്ചാർജ് ചെയ്ത് ആ സ്ഥലത്തേക്ക് തന്നെ റെഫർ ചെയ്യുക, അവരുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ. പിന്നെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡിന്റെ ഒക്കെ സഹായം നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിനിക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മാസ് മീഡിയയിലൂടെ നമ്മളിത് മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. എല്ലാ സെന്റേഴ്സിലും ഇതിന്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഡീറ്റെയിൽസ് പറ്റുമെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ DHS DMEയുടെ ഓർഡേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും താഴേക്ക് വരുന്നതായിരിക്കും. അതുപോലെ പീഡിയാട്രിക് കേസസിൽ നമുക്കൊരു പ്രത്യേക ഒരു രജിസ്റ്റർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ആന്റിനേറ്റലില് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അവർക്ക് ജനിച്ച കുട്ടികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കോവിഡ് പോസിറ്റീവായിട്ട് ജനിച്ച കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു രജിസ്റ്റർ കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ആ പേഷ്യന്റിന്റെ നമ്മൾ റെഡ് ഫ്ലാഗ് സയൻസ് ആയിട്ട് പറയുന്ന ഡിസ്നിയ, പാൽപിറ്റേഷൻ, ഇതിനെ കുറിച്ചൊക്കെ എനിക്കൊന്ന് അരവിന്ദ് സാർ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. എങ്കിലും മാക്സിമം ആൾക്കാരെ നമുക്ക് സെന്റേഴ്സിലേക്ക്, വലിയ മേജർ സെന്റേഴ്സിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ടെലിമെഡിസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അരവിന്ദ് സാറിനെ, കാരണം നമ്മൾ എല്ലാവരും കേൾക്കാനിരിക്കുന്ന ക്ലാസ് അരവിന്ദ് സാറിന്റെ ക്ലാസ് ആണ്. അപ്പൊ അരവിന്ദ് സാറിനെ ഞാൻ ആരോഗ്യവകുപ്പിന് വേണ്ടി NHMന് വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അപ്പം ഓവർ ടു യു സർ. നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെഷന്റെ അവസാനം നമുക്ക് എടുക്കാവുന്നതാണ് സർ. Good afternoon. Thank you Vipin Gopal sir and Dr. Divya for this opportunity. Sir പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ലാസ്റ്റ് വീക്ക് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിന്റെ ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് വാട്ട് ടു ഡു എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഗൈഡ് ലൈൻസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാലും സാർ ഹാസ് സെറ്റ് ദ സ്റ്റേജ് വാട്ട് ഈസ് ടു ബി ദ ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് സാർ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. I will take you through. So what do you mean by this post-acute COVID-19 syndrome and why we should be careful about that? The WHO then said that COVID-19 in a particular subset of patients, they can manifest with long-term effects. അതിനെയാണ് ഇനിഷ്യലി ലോങ് കോവിഡ് എന്ന് പറഞ്ഞു, പിന്നെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നു. ഇപ്പോൾ there is a classification to acute and chronic post-COVID syndrome. So this long COVID or post-acute COVID-19 is actually a multi-system disease which are sometimes occurring even after a relatively mild acute illness. So basically 21 days in ശേഷം വരുന്ന manifestations, അതായത് required ആയിട്ട് 21 days ശേഷം വരുന്ന മാനിഫെസ്റ്റേഷൻസിനെയാണ് ലോങ് കോവിഡ് അല്ലെങ്കിൽ പോസ്റ്റ് അക്യൂട്ട് COVID-19 എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മൾട്ടി സിസ്റ്റം മാനിഫെസ്റ്റേഷൻസ് ആൻഡ് ദ സ്റ്റഡീസ് ഫ്രം UK, NIH, National Institute of Health Research in UK stated that around 10% of the patients will have some sort of symptoms after 21 days of diagnosis. അതാണ് നമ്മൾ പോസ്റ്റ് അക്യൂട്ട് COVID-19 എന്ന് പറയുന്നത്. So it is actually defined as manifestations extending beyond 3 weeks from the onset of first symptoms, and a chronic COVID-19 is the manifestations extending beyond 12 weeks. The 3 months ശേഷവും around 2% of the patients will experience multi-system manifestations. അതിനാണ് chronic COVID-19 എന്ന് പറയുന്നത്. So basically we are not saying that all the patients with COVID-19 will experience this acute or a chronic COVID-19. Only
around 10% of the patients will be symptomatic after 3 weeks, and around 2% will be symptomatic after 3 months. So that we alarmist scenario. So this has to be conveyed clearly to the patient. So all the patients will not require a follow-up. So we should be focusing more on the red flag signs. This is actually pretty important. So what is the pathophysiology? Why some patients are developing this post-COVID syndrome? So with this myriad multi-system manifestations, it is actually supposed to be due to dysregulated inflammatory or immune response due to persistent low level of inflammation or lapsing inflammation due to dysregulated immune responses. So actually, can we predict those patients who are likely to develop this long COVID syndrome? Studies have shown that it is actually possible. We know that those patients, category C patients, or those who have been in the ICU, definitely are likely to have this multi-system manifestations, which may prolong for a long period of time. Other actually, bakiulla diseases, the total recovery may be possible only after months. So that is applicable to COVID-19 also. So our focus has to be on category C patients, and as per the Kerala state guideline, the category C patients are in the designated COVID hospitals, and they will be followed up by the corresponding hospitals. The second category is those patients who had multi-system manifestation during the presentation. The fever, fever, anosmia, cough, myalgia, multiple manifestation symptoms present in the they are the ones who are likely to develop this post-COVID syndrome. Asymptomatic ആൾക്കാർക്ക് വന്നുകൂടാന്നുള്ളതല്ല, അവർക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ എൽഡർലിക്കും ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ദ ഫീമെയിൽ സെക്സിനും ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരാനുള്ള ചാൻസ് കൂടുതലാണ്. And one thing which we should know is that we know that initially we used to say that out of the 100 cases of COVID-19, around 10 to 15% of cases will progress to severe disease, and around 5% will become critically ill. But from our experience, we know that severe disease is there in, say, around 4 to 5% of our patients, of which around 1.5% will become critically ill. This graph in importance is actually a wrong concept. So for majority of the people, they think that means even doctors think that once the antigen is negative, because we actually focus on antigen negativity to discharge the patient. Other patients where symptoms they are clinically better. So if you look at our discharge criteria, it clearly mentions that antigen negativity along with clinical stability both should be there. So the time taken for recovery, so in mild maybe around say 2 weeks for total recovery, but in case of severe infection, so severe disease as category C with hypoxia, it is around 2 to 6 weeks. Our disease process the graph clearly shows that around 3 to 6 weeks is required for recovery if a patient is severely ill. So adonde antigen negative aanennu paranjal those patients actually should be discharged only if they are clinically stable, and they should be kept under our radar because total recovery may take around 6 weeks. Now these are actually the extrapulmonary complications. Now we know it is basically the COVID-19 or SARS-CoV-2 infection is a viral bronchopneumonia with thromboinflammation. So the difference between this COVID-19 and say H1N1 is that both are viral bronchopneumonias, whereas in COVID-19, there is an increased risk of micro and macrovascular thrombosis due to thromboinflammation. So that can manifest during the acute phase of the illness, but it can also manifest after discharge during the convalescent period. That is important. So that is why some of our patients after discharge are coming back with myocardial infarction. Some are coming back with stroke syndromes. Some have come back with pulmonary embolism, deep vein thrombosis, mesenteric ischemia. Some patients have even required JK amputation due to thrombosis, etc. So that we should keep in mind. That is, even after discharge, so maybe for 2 to 3 weeks, in certain patients, like say elderly with other comorbidities like diabetes, hypertension, etc., a procoagulant milieu is there, and they can manifest with features of thromboembolism. And likewise, we also have these cardiac manifestations, like so that this ACE2 receptor is present in the myocardium. So it can the virus can affect the heart muscle, which can lead to cardiomyopathy or myocarditis, and also affect the conduction system, which can lead to the arrhythmias. So patients, this can occur during the acute phase of the illness. Even during the convalescent period, patient can have subtle myocarditis or something which is referred to as the post-COVID acute cardiac failure. Now coming to the endocrine axis, this is also important. We know the ACE2 receptor as well as the serine protease 2 receptor are present in the beta cells in the pancreas.
So there is dysglycemia. Hospital kadakkunna samayathu it is very difficult to control the blood sugars of these patients. Even after discharge, it may not be easy to control their blood sugars for say weeks together. So we need to focus on the controlling the or attaining the euglycemic levels in these patients. Then these patients will be having so many dermatological manifestations as well. And we should be focusing on the neurological manifestations, which can occur during the acute phase and also which can occur after discharge, that's during the convalescent phase, where the patient can present with demyelinating disorders like Guillain-Barré syndrome or ADAM or stroke syndromes, very, very important. And the anosmia, which is actually a feature of the acute phase of illness, along with dysgeusia and all, it can actually persist for months. Some patients are recovering from this anosmia only after 3 weeks to 1 month, and this anosmia is actually more commonly seen in females. And the renal manifestations are observed only actually during the acute phase of the illness. Hepatic transaminitis is also observed during the acute phase of the illness. Now, when we look at the symptomatology, how this acute post-COVID syndrome presents with is based on the multi-state phone study from USA. So the common symptomatology observed in this study was presence of fatigability, cough, congestion or shortness of breath, loss of taste or smell, headache, body aches, diarrhea, nausea, chest or abdominal pain, confusion, etc. So at Trivandrum Medical College, we have a cohort of around say 500 healthcare workers who got infected, and we are closely following them up. ഇതേ symptomatology തന്നെയാണ് മെജോറിറ്റിക്കും കാണുന്നത്. So majority of them are having this excessive fatigability. So it's excessive fatigability which may actually progress to this chronic fatigue syndrome like thing, which is described in infectious mononucleosis. ഈ fatigability പ്രശ്നം എന്ന് പറഞ്ഞാൽ is actually fatigability not triggered by exertion alone. This fatigability may be due to physical exertion, mental exertion or emotional exertion, which actually does not recover with adequate rest. So this is actually observed in a subset of patients. എല്ലാവർക്കും fatigability ഉണ്ടെന്നുള്ളതല്ല, ഉള്ള ആൾക്കാർക്ക് chronic fatigue syndrome manifestation പോലെ പ്രകടമായി കാണാറുണ്ട്. Then some patients will be having this dry cough, congestion or shortness of breath. The shortness of breath we will discuss in detail. And some patients with dysgeusia or anosmia may persist for weeks to months. And then headache acute phase ഇല്ലാത്ത പലർക്കും migraine headache ഒക്കെ triggered ആയിട്ട് കാണുന്നുണ്ട് post covid phase. Now, this is another study which said that in around 28% there is impaired concentration. So, impaired concentration is actually referred to as this brain fading or brain fogging. So, a short-time memory loss or confusion. So, we observed it in some of our residents. So, after recovery, a level of intellectual ability, they are actually confused about the names of the patients and all. So this is actually well described, something which is referred to as the brain fading. This occurs because this virus is a neurotropic virus, because ACE2 is present in the blood-brain barrier. So it can lead to encephalitis, brain fading, memory loss. Another very common thing which we observed in the patients who recovered from COVID is the persistence of this REM sleep disorders seen in around 30% individuals. It's pretty common. The presence of memory loss, presence of dyspnea, especially the exertional dyspnea is present in around 42%. The exertional dyspnea in a patient who has been diagnosed with bronchopneumonia, so who required oxygen, etc., this exertional dyspnea persisting is actually understandable. The healing of this ground glassing stage, viral bronchopneumonia healing in the fibroproliferative stage, varying levels of fibrosis, naturally there will be exertional dyspnea. Category. That is, those with the mild symptoms, those who never had this exertional desaturation during hospitalization, in those group of patients also after getting discharged and after going home, when they climb stairs or when they squat and wash their clothes, etc., exertional dyspnea. So those patients also require close observation. Then the commonest, obviously, in all studies happen to be fatigability. Now, I'll take you through the multi-system manifestations which can occur in post-COVID syndrome. So, cardiovascular system, they can present with palpitation, myocarditis, cardiomyopathy, cardiac failure. So, when you are sitting in the post-COVID clinic, so any patient coming with syncope or say palpitation, you need to think about a cardiovascular system involvement as well. Then the respiratory system, those who are presenting with exertional dyspnea, so the possibilities to be entertained are lung fibrosis, pulmonary artery hypertension, and pulmonary embolism. And nervous system, so the patients can manifest as anosmia, stroke syndromes, short-term memory loss, reduced attention span, confusion, poor quality of sleep, cognitive impairment, and cognitive blunting, which is otherwise referred to as brain fogging. Then definitely there is a mental health aspect has to be addressed.
those who have been in the ICU, and majority of the patients have been in isolation, etc. So they will have this post-traumatic stress disorder, anxiety, depression, and sleep disturbance, which occurs as a part of this. So they need to be addressed. And musculoskeletal manifestations and others, that is, the patients can have this polyarthralgia, arthritis, myalgia, excessive fatigability, and chronic fatigue syndrome. So one interesting nature of the pain, they used to say that the pain, this is just like a neuralgic pain, which actually we never had an explanation why these patients are developing a neuralgic pain, because even after dengue, chikungunya, etc., we do have this persisting myalgia. Post-COVID syndrome is not specific to COVID-19. Some of the manifestations are unique to COVID-19, but then majority of the viral fevers also have, to an extent, manifestations in the convalescent period, especially fatigability and all. Neuralgic pain. So these patients used to complain of neuralgic pain. At that time, we never used to know the explanation why these patients are developing neuralgic pain. And recently, this article was published in the journal Pain, which said that this ACE2 receptor is present in the dorsal root ganglion, and probably it is the pain is neuralgic because of the involvement of the dorsal root ganglion. So basically, normally multi-system manifestations different system ACE2 expression virus attach inflammatory cells home in post-COVID syndrome in the multi-system manifestations. And we know that an early sign of infection is anosmia, dysgeusia, and chemesthesis. And what is this chemesthesis? Means that the chemical sensation, that molaga കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എരിവുള്ള കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മിന്റിന്റെ ഒക്കെ ഫ്ലേവർ ചിലപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഡിസ്കേസിയയിൽ ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് പെയിൻ സെൻസേഷൻ പോകുന്നു ഇതൊക്കെയാണ്. ബിക്കോസ് the nociceptors are also involved in SARS-CoV-2 infection. And many of these neurological effects persist for at least months after infection, suggesting sensory neural involvement. Human dorsal root ganglion neurons express the SARS-CoV-2 receptor, ACE2, and coronavirus-associated factors and receptors are broadly expressed in human dorsal root ganglia at the lumbar as well as thoracic level. And this SARS-CoV-2 may gain access to nervous system through entry into neurons that form free nerve endings at the outermost layers of skin and human luminal organs. So what is the importance of this? If some patient is actually complaining of pain during the post the convalescent phase, and if you think that the pain is neuralgic, then you need to use, say, pregabalin or a gabapentin to help in the patient getting relief of the pain. And this UK NIHR has broadly classified the post-COVID manifestations into 4 clinical syndromes. They are the classical post-critical illness syndrome, which we have already described. So any patient who has been in the ICU, so may take around, say, 1 to 2 months for a total recovery to occur. So that is actually seen in the setting of COVID-19 also. This is referred to as the classical post-COVID critical illness syndrome. Second is the post-viral fatigue syndrome also, which we have discussed. Third is the lasting organ damage. This is pretty important because those patients who had this pneumonia, so healing process may involve this stage of fibroproliferation. So it may take some time for the entire lung function to recover. So it may be months or in certain cases years. And if the patient did have, say, myocarditis and say it has progressed to cardiac failure also, then it may take some time for the symptomatology to improve. And the fourth clinical syndrome is fluctuating symptoms with slow recovery. So this is also classically observed. Some patient will complain of headache, say, for 3 days, and after that they may complain of polyarthralgia. And so this fluctuating symptoms also has been classically described as a part of this post-COVID clinical syndromes. Now this is actually a sort of video demonstration. So what actually happens to the lung? So the initial slide shows that the entire lung is red, means these are areas of ground glassing. So where this the parenchymal involvement has occurred, interstitial as well as parenchymal involvement has occurred. So after 6 weeks, you can see that the majority of the red areas have been replaced by green areas. But the problem is that red areas are there. That is, to an extent, the fibrosis is still there after 6 weeks, and even after 12 weeks, you are seeing, say, islands of fibrosis. Means that the patient will be having this exertional dyspnea. So the treatment for them, if we identify a patient coming to you with exertional dyspnea with, say, CT showing fibrosis, then probably along with this pulmonary rehabilitation, you may have to start the patient on anti-fibrotic drugs. So this is very, very important. So those patients with fibrosis, pulmonary rehabilitation is a must, and when majority of them, the recovery is going to be a bit slow.
So these are the long-term health effects of other coronavirus infections. Why should we focus on other coronavirus infections? Because we have only experience with COVID-19 for the last 8 months. So if we look at what happened to the lungs of the patients who had this pneumonia due to SARS-CoV-1 in 2003, one study showed that there was persistent and significant impairment of exercise capacity and health status in survivors of SARS over 24 months. So, and healthcare workers, unfortunately, with SARS experienced even more marked adverse impact. So, it took around 1 year for this exertional dyspnea to improve following SARS. And it took around 3.5 years, because even 40% of people recovering from SARS had chronic fatigue symptoms 3.5 years after being diagnosed. Okay, so in SARS also they had these problems, and one study showed that even after 15 years, 4% of the patients who had this pneumonia due to SARS had this exertional dyspnea even after 15 years due to fibrosis. So another system which gets affected, maybe in a marked way or in a very subtle fashion, is the heart. The evidence of lingering heart damage may persist due to as a part of this long COVID syndrome. And this is one German study which looked at 100 patients who recovered from COVID-19. Cardiac MRI was done. So in all these patients, actually echo was normal. So cardiac MRI was done at around 71 days after COVID-19 diagnosis, and revealed cardiac involvement in around 78% and ongoing myocardial inflammation in around 60%. The presence of comorbidities, duration and severity of acute COVID-19 illness, and time since original diagnosis did not correlate with these findings. This is alarming കാര്യമായിട്ട് തോന്നുന്നു 78%. പക്ഷേ ഈ കാർഡിയക് MRIയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് അത് വെച്ചിട്ട് ഇപ്പം തന്നെ ഉണ്ടായതാണോ എന്ന് പറയാൻ അത്ര എളുപ്പമല്ല. So it just showed that there is a possibility of a persisting subtle myocarditis in patients who had recovered from COVID-19. അപ്പൊ ഇത് ഈ അത്ലീറ്റ്സിലങ്ങ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ജോക്കോവിച്ചിനൊക്കെ COVID-19 വന്നപ്പോൾ അവർക്ക് തിരിച്ച് കോമ്പറ്റീറ്റീവ് സ്പോർട്സിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ലെവൽ ഓഫ് എക്സർഷൻ അല്ല അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് സ്ട്രെനുവസ് എക്സസൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഒരു സബ്റ്റിലായിട്ടുള്ള കാർഡിയക് ഡാമേജ് ഉണ്ടെങ്കിലും ദാറ്റ് മേ ബി ആക്ച്വലി ലൈഫ് ത്രെറ്റനിങ്. So അങ്ങനെയുള്ള പേഷ്യൻസിന് we need to be very, very careful. Suppose you are having a professional athlete coming to you with say an exertional dyspnea, you need to be more careful about that. Even exertional dyspnea ഇല്ലാത്തൊരു പ്രൊഫഷണൽ അത്ലീറ്റ് വന്നു കഴിഞ്ഞാലും so we need to be a bit more careful. കാരണം there is another US study, അത് ഈ പ്രൊഫഷണൽ അത്ലീറ്റ്സ് തന്നെ നോക്കിയതാണ്. ഈ അത്ലീറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് they have to have a cardiac MRI. So the baseline status was there. അങ്ങനെയുള്ള സ്റ്റഡിയിൽ around 20% of patients after COVID-19, so majority had only say mild involvement during the acute phase. 20% there was subtlety to hyperintensities in the cardiac MRI. So basically cardiac MRI കുറച്ച് myocardial inflammation evidence കാണിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ സോ പ്രൊഫഷണൽ സ്പോർട്സിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ cardiac MRI നോർമൽ ആയ ശേഷം മാത്രമേ അവർ ഫിറ്റ്നസ് കൊടുക്കാറുള്ളൂ. So basically heart is also involved as a part of this long COVID syndrome. This is actually the algorithmic approach to assessment of post-COVID exertional dyspnea. കാരണം നമ്മൾ ഒത്തിരി സിംറ്റംസ് പറഞ്ഞെങ്കിലും അതിൽ നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് തോന്നുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെസ്റ്റ് പെയിന്, രണ്ടാമത്തെ എക്സർഷണൽ ഡിസ്നിയ, മൂന്നാമത്തെ സിൻകോപ്പ് ആണ്. സോ ദിസ് ഇസ് ഫ്രം ദിസ് അവർ പ്രോട്ടോകോൾ. സോ എനിവൺ സപ്പോസ് എ പേഷ്യന്റ് ഇസ് കമ്മിങ് ടു യുവർ PHC or CHC or FHC with exertional dyspnea, so you need to assess the patient. അപ്പോൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അനീമിയ പറഞ്ഞ എക്സർഷണൽ ഡിസ്നിയ വരാം, റൂൾ ദാറ്റ് ഔട്ട്. It could be the problem with the lung. So lung ആണ് പ്രശ്നമെങ്കിൽ it could be pulmonary fibrosis or it could be a pulmonary embolism. Pulmonary embolism എന്ന് പറഞ്ഞാൽ ഈ സബ്റ്റിൽ എംബോളിസം ആയിരിക്കും, സബ്സെഗ്മെന്റൽ എംബോളിസം ആയിരിക്കും. അപ്പോൾ അതർ ഫീച്ചേഴ്സ് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. തേർഡ് ഈസ് ആക്ച്വലി ഇഫ് യു ക്യാൻ റൂൾ ഔട്ട് എ റെസ്പിറേറ്ററി തിങ്, cardiological involvement ആണ്. It could be in the form of myocarditis, it could be in the form of LV systolic or diastolic dysfunction, or it could be in the form of cardiomyopathy. Basically ഒരു exertional dyspnea ആയിട്ട് ഒരു പേഷ്യന്റ് നമ്മുടെ ഒരു primary PHC വന്നു കഴിഞ്ഞാൽ so you need to take to have a professional diagnosis and a plan evaluation. So further evaluation വേണ്ടി you can refer the patients to secondary or tertiary care center. For that actually ഈ സഞ്ജീവനി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. Focus investigation. So focus investigation PHC CSC തലങ്ങളിൽ മിക്കവാറും കാണില്ലായിരിക്കാം. എന്നാലും ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ദീസ് സോർട്ട് ഓഫ് അപ്രോച്ച് ഷുഡ് ബി ദെയർ ഡ്യൂറിംഗ് ദി ഇവാലുവേഷൻ ഓഫ് exertional dyspnea. So you need to do a hemogram, CRP as well as D-dimer, and PFT on PFT ചെയ്യുക, എക്സ്റേ ടെസ്റ്റ് എടുക്കണം. അതിൽ അബ്നോർമാലിറ്റീസ് ഇല്ലെങ്കിൽ you have to go for HRCT as well as echo. If D-dimer is elevated and നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് കോസ് ഓഫ് exertional dyspnea ascertain ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ you should go for CT, pulmonary angiogram.
If all the above infections are normal, and suppose the patient is likely to do, in future to do a very strenuous activity like an athlete, അങ്ങനെ വല്ലതും ആണെങ്കിൽ കാർഡിയക് MRI ന്യൂക്ലിയർ സിൻറ്റിഗ്രാഫിയോ ചെയ്യണം. സോ കാർഡിയക് MRI അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. So till now we were discussing about the usual symptomatology that we encounter. So അതിൻ്റെ അകത്ത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് എക്സേർഷണൽ ഡിസ്നിയ, സിൻകോപ്പൽ എപ്പിസോഡൊക്കെയാണ് കാണുന്നത്. പക്ഷേ there is another aspect to it. So that is actually the multi-system inflammatory syndrome in children or multi-system inflammatory syndrome in adults. So MISC എന്ന് പറയുന്നത് majority of the pediatricians are actually very familiar with this. So what happens is that it is a hyperinflammatory response to SARS-CoV-2 infection. അപ്പം ഈ ചിൽഡ്രനിൽ we know that this COVID-19 infection is a very mild thing. പലപ്പോഴും അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് റെയർ മാനിഫെസ്റ്റേഷൻ ആണ്. Maybe after say 3 weeks, usually the median period of 25 days session, they can present with multi-system involvement, as persistent fever with other system involvement. അങ്ങനെയായിട്ട് വരുമ്പോൾ if there is an evidence of SARS-CoV-2 infection in the past, അപ്പം അത് PCR ആന്റിജൻ ആകണമെന്നില്ല, it could be an antibody as well, അല്ലെങ്കിൽ history of a contact with a parent who has been COVID-19 positive, അങ്ങനെയൊക്കെ ആണെങ്കിൽ they consider it as multi-system inflammatory syndrome in children. അപ്പൊ അതുപോലെ ഒരു അഡൾട്ടിലുള്ള ഈക്വലന്റ് ഈസ് MISA, it is multi-system inflammatory syndrome in adults. That is far more rare than MISC. But ഒരു പാൻഡമിക് പീക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് യൂഷ്വലി ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പ്രകടമായി കാണുന്നത്. ഈ MISC വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ UK. അവിടെ വലിയ പീക്ക് ഉണ്ടായി, ഒത്തിരി കേസൊക്കെ വന്നു കഴിഞ്ഞ ശേഷമാണ് ദേ സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് ചിൽഡ്രൻ വിത്ത് ആക്ച്വലി അട്ടിപ്പിക്കൽ കവാസാക്കി പോലെ പ്രസന്റ് ചെയ്തപ്പോഴാണ് MISC ഡയഗ്നോസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം നമ്മളൊക്കെ പീക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ്. We are also having cases of MISC and we are also having cases of MISA as well. So this is one example. We had a 23-year-old male. He presented with fever and fatigability of 3 days duration, and he had this hepatitis as well as kidney injury, myocarditis. At presentation, he had only a blood pressure of 90/60. SpO2 was 95%. And since the patient was coming from a containment zone, നമുക്ക് ഇപ്പം കേരളം മൊത്തം ഒരു containment zone ആയിട്ട് എടുത്താൽ മതി. This the antigen test and the PCR was done. Both were negative. Now I will take you through the investigations. The total count was 25,000. Neutrophil predominance, thrombocytopenia was there. CRP was elevated. The TROP-T was elevated. The pro-BNP, which is a marker of this cardiac failure, just very much elevated. The tropical fever work up negative. കാരണം നമ്മൾ കേരളം ആകുമ്പോൾ we need to rule out this leptospira syndrome, strep typhus, dengue, chikungunya, everything has to be ruled out. So all of them are negative. The blood cultures were sterile. Echo did not show any vegetation. The D-dimer levels were markedly elevated. CRP markedly elevated. Procalcitonin was also elevated. Ferritin was also elevated, and we do have access to IL-6 levels in our biochemistry that was also elevated. So ഇതിൻ്റെ അകത്ത് എന്താ clinical diagnosis? So anyone will say that the patient is in septic shock. No? The total count is very much elevated. Patient is having multi-organ dysfunction. There is myocarditis, and the procalcitonin levels are pretty high. But നമ്മുടെ usual DDs നമ്മൾ entertain ചെയ്യുന്നത് തന്നെ ആയിരിക്കാം. So being in a tropical country or state with a tropical climate, so we need to rule out all the tropical fever syndromes. Then the picture is suggestive of septic shock. We need to rule that out. It could be infective endocarditis because the patient is having cardiac failure. It will also be multi-system inflammatory syndrome in adults. So basically this MISA എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് MISA കണ്ടുപിടിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ for all patients with septic shock. അപ്പോൾ ഇതൊരു 23-year-old ആണ്. The question we need to ask is that can a 23-year-old person with septic shock without a foci? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റിക് ഷോക്കിന് ദർ ഹാസ് ടു ബി എ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ. സോ ആ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഇറ്റ് കുഡ് ബി എ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ, ഇറ്റ് കുഡ് ബി എ ബോൺ ആൻഡ് ജോയിന്റ് ഇൻഫെക്ഷൻ, ഇറ്റ് കുഡ് ബി ജെനിറ്റോ യൂറിനറി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഓർ പൾമണറി ഓർ CNS. ഒരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ കാണുന്നില്ല. ഇറ്റ് ഈസ് എ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ട്രോപ്പിക്കൽ ഫീവർ സിൻഡ്രോമിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ അതുമല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വി നീഡ് ടു കൺസിഡർ MISA ആസ് എ ഡയഗ്നോസിസ്. MISA ഒരു ഡയഗ്നോസിസ് എക്സ്ക്ലൂഷൻ ആണെങ്കിലും ദ ഓൺലി വേ ഇൻ വിച്ച് വി ക്യാൻ ഡയഗ്നോസ് MISA happens to be to entertain MISA as a differential of all cases of septic shock. It's very important. കാരണം MISAയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആന്റിബയോട്ടിക്സ് ഓർ ആന്റിവൈറൽസ്. കാരണം ഇത് ഒരു 3 വീക്സിന് ശേഷം അല്ലെങ്കിൽ 25 ഡേയ്സിന് ശേഷം വരുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ് MISA. So you can see that all the inflammatory markers are very much elevated. Procalcitonin is also an inflammatory marker. It's not actually specific for sepsis. So all the markers are elevated. So the treatment is high dose of steroids. That's methylprednisolone 1 gram loading for 3 days like that.
അതിനെ റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ ചിൽഡ്രനെ പോലെ IVIG കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ്. So now we had a 60-year-old female who presented with acute abdomen like thing, and we could not, abdomen was soft and patient was in shock with myocarditis and all. So that was also a case of MISA. She dramatically responded to steroid administration. So the only way in which we can pick up MISA is by keeping it as a DD for septic shock. So this is the definition of MISA. So it is a diagnosis exclusion and it satisfies 6 criteria. So severe illness with multisystem involvement, a positive test result for current or previous COVID-19 infection, could be PCR, antigen or antibody during admission or in the previous 12 weeks. It's very important. Usually നമ്മൾ കാണുന്നത് ഇതൊന്നും കാണത്തില്ല. അപ്പോൾ ആന്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. യൂഷ്വലി ഒരു 3 വീക്സിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഇൻഫെക്ഷൻ അത് സിംറ്റമാറ്റിക് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ്. പക്ഷേ മിക്കവാറും അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഒരു ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ആയിട്ടായിരിക്കാം ഒരു 3 വീക്സിന് ശേഷം പ്രസന്റ് ചെയ്യുക. സിവിയർ ഡിസ്ഫങ്ഷൻ ഓഫ് one or more extrapulmonary organ systems, that is hypotension, cardiac dysfunction, presence of thromboembolism, acute liver injury, etc. Lab evidence of severe inflammation, that is elevated CRP, ferritin, D-dimer or IL-6. Absence of severe respiratory illness. ഇത് ഇപ്പം നേരത്തെ ചോദിക്കുക RT-PCR പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോവിഡിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിക്കൂടെ. ഹൈപ്പോക്സിയ കാരണം ഉണ്ടാകുന്ന ഇസ്കിമിക് ഹെപ്പറ്റൈറ്റിസും അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസും ഒക്കെ ആയിക്കൂടെ, മയോകാർഡൈറ്റിസ് ഇത് ഡിസീസിന്റെ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് തന്നെ ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് മിസ ആൻഡ് എ കണ്ടിന്യൂം ഓഫ് COVID-19 അല്ലെങ്കിൽ ഒരു സിവിയർ COVID-19 എന്ന് പറയുന്നത്, ഇൻ മിസ ദ ഒരു pneumonia is not a predominant feature. So it is basically the involvement of other organs other than the lung. So a patient will be having hypoxia or dyspnea because of myocarditis, not because of bronchopneumonia. That is how you should differentiate between a severe COVID-19 infection from MISA. And it is a diagnosed exclusion. Rare things are rare because they are really rare. So we need to rule out common things like septic shock, other tropical fever syndromes, infective endocarditis, autoimmune conditions like SLE, vasculitis, etc. And one thing you should keep in mind. So the evidence of infection or recent or past infection or PCR or RATO matramalla, you can do an antibody test. So majority of the cases of COVID-19, MISA is diagnosed using an IgG antibody test. So patients may have suspect or exposure to COVID-19 case 3 to 4 weeks prior to MISA illness. So detailed history എടുക്കുക. സോ വീട്ടിൽ വേറെ ആൾക്കാർക്കൊക്കെ COVID-19 ഒരു മാസം മുന്നേ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൊക്കാലിറ്റി എല്ലാവരും COVID-19 ഒക്കെയാണ്, ഇങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ think about MISA also. It's very important. So this is the diagnostic algorithm for this MISC. MISC is well defined entity. It's multisystem inflammatory syndrome in children. So we know that the presence of fever plus at least 2 system involvement. It could be GI, so abdominal pain, omitting a present. Then or it could be cardiovascular system, chest pain, tachycardia, or it could be the hematological, that is patient may present with bicytopenia or pancytopenia, which usually hemoglobin and platelet the total count will be very high with neutrophilia. Then the respiratory system involvement can also occur. The mucocutaneous involvement, Kawasaki vole present a typical Kawasaki like manifestations, strawberry tongue, cracked lips, etc. Then extremities, you can have this arthritis and swelling, lymphadenopathies, neurological manifestations. But then in the pediatric population, the majority of the pediatricians are well aware of this MISC, so it is very easy to diagnose MISC. And another thing is that we have discussed all the importance of this thromboinflammation. So basically in patients who are coming from cluster containment areas, we should need to suspect COVID-19 in those with young multivessel or large vessel stroke, Kawasaki-like illness. Then those who are presenting with MISC or MISA, hyperinflammatory shock, toxic shock syndrome like illness in children, acute MI, GBS, viral encephalitis, ADEM, olfactory respiratory dysfunction, etc. So either the ആദ്യത്തെ presentation ഇങ്ങനെ ആയിരുന്നെങ്കിൽ means it's okay, but then some patients even after discharge can present like this. That is what we should keep in mind. So this slide actually Vipin sir കാണിച്ചതാണ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഇത്രത്തോളം കേരളത്തിൽ ഇപ്പം ലാക്സ് ഓഫ് പേഷ്യൻസ് ആയി. വി ഡോണ്ട് വാണ്ട് എവരി വൺ ടു കം ബാക്ക് ടു അവർ സേ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ്. അങ്ങനെ വന്നു കഴിഞ്ഞുള്ള പ്രശ്നം ദേ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് ദർ ബൈസ്റ്റാൻഡേഴ്സ് ആൻഡ് വി ഡോണ്ട് വാണ്ട് എ ക്രൗഡിംഗ് ടു ഒക്കർ ഇൻ അവർ ക്ലിനിക്സ് ലീഡിങ് ടു ഒരു ഫോക്കസ് അല്ലെങ്കിൽ എപ്പി സെന്റർ ഓഫ് ഇൻഫെക്ഷൻ ആകാൻ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. സോ ബേസിക്കലി വി നീഡ് ടു ഹാവ് എ പ്ലാൻ. So that weekly once ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഫിക്സഡ് ടൈം ഒക്കെ പറയുന്നുണ്ട്. സോ അവർ ഫോക്കസ്, സോ ഹൂവർ ഈസ് ആക്ച്വലി ഗോയിങ് ഫോർ എ സിംറ്റം സ്ക്രീനിങ്. സോ നമ്മൾ IEC മെസ്സേജസും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നോൺ സ്പെസിഫിക് സിംറ്റംസിൽ അല്ല. വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ റെഡ് ഫ്ലാഗ് സൈൻസ് തന്നെയാണ്. സോ വാട്ട് ആർ ദ റെഡ് ഫ്ലാഗ് സൈൻസ്?
ഒന്ന് ഡിസ്നിയ, രണ്ടാമത്തെ പാൽപിറ്റേഷൻ, തേർഡ് ഇസ് ചെസ്റ്റ് പെയിൻ, യൂണിലാറ്ററൽ പീഡൽ എഡീമ, സിൻകോപ്പ്. സോ വൈ യൂണിലാറ്ററൽ പീഡൽ എഡീമ DVTയുടെ ഒരു മാർക്കറായിട്ട് എടുത്താൽ മതി. സോ ഇങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിന്റെ ലക്ഷ്യം. സോ നമ്മളൊരു ടെലിഫോണിക് ഇന്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും വി ഷുഡ് ബി ആസ്കിങ് ഓർ എൻക്വയറിംഗ് അബൌട്ട് ഡിസ്നിയ. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ഡിസ്നിയ എന്ന് പറഞ്ഞാൽ അത് ഒരു സീരിയസ് പ്രോബ്ലം ആണ്. എക്സേർഷണൽ ഡിസ്നിയ ഓൾസോ വി നീഡ് ടു എൻക്വയർ. സോ വൈ പാൽപിറ്റേഷൻ രണ്ട് രീതിയിലുണ്ടാവാം. ഇറ്റ് കുഡ് ബി എ മാനിഫെസ്റ്റേഷൻ ഓഫ് എ കാർഡിയാക് ഇഷ്യൂ ഓർ ഇറ്റ് കുഡ് ബി എ മാനിഫെസ്റ്റേഷൻ ഓഫ് എ റെസ്പിറേറ്ററി പ്രോബ്ലം. സോ ചെസ്റ്റ് പെയിൻ എല്ലാം തന്നെ ഒരു പൾമണറി എംബോളിസമോ അല്ലെങ്കിൽ ഒരു പ്ലൂറിറ്റിക് പെയിൻ അല്ലെങ്കിൽ ഒരു ആൻജൈനൽ പെയിൻ ആകണോ നിർബന്ധമില്ല. കോസ്റ്റോകോൺട്രൈറ്റിസും ആക്ച്വലി പോസ്റ്റ് കോവിഡ് സിൻഡ്രോമായിട്ട് വരാം. യൂണിലാറ്ററൽ പീഡൽ എഡീമ we have discussed. Syncope can occur as a part of this cardiac involvement, or as hypoxia to brain, or it could be a manifestation of embolism. So basically ഈ റെഡ് ഫ്ലാഗ് സൈൻസ് കണ്ടുപിടിക്കുക പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ. എന്നിട്ട് ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉടൻ തന്നെ റെഫർ ചെയ്യാതെ യു ആർ ഹാവിംഗ് എ വെരി ഗുഡ് ടെലിമെഡിസിൻ connection with your say higher center, which is in say district hospital, taluk hospital, or your medical college, or a designated COVID facility. You can have it or telemedicine consult, and then you can decide whether to refer the patient or not. So it has to be referred after initial assessment to secondary care centers or tertiary care centers. The category C patients definitely tertiary care centers in ആയിരിക്കും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അവരെ എന്തായാലും ഫോളോ അപ്പ് tertiary care centers തന്നെ ആയിരിക്കും. So this is the approach to management of long COVID syndrome in post-COVID clinics. So basically, anyone who is presenting after say 21 days of symptom onset, so we need to have a current symptomatology as well as full history need to be elicited. ഇതിന്റെ അടുത്താണ് നമ്മളുടെ സ്കില്ല് കിടക്കുന്നത്. ഈ എല്ലാ പേഷ്യൻസും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിൽ എത്തിയ ശേഷം ഫുൾ ഹിസ്റ്ററിയും സിംറ്റമറ്റോളജിയും നമ്മൾ പഠിക്കാൻ നിൽക്കുന്നതിനെക്കാട്ടിയും ഒരു ടെലിഫോണിക് ആക്സസിലൂടെ ഇത് പഠിച്ചിട്ട് അതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് നമ്മളെടുത്ത് ആദ്യത്തെ ലെവലിൽ തന്നെ എത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വന്നു കഴിഞ്ഞാൽ വി നീഡ് ടു ലുക്ക് അറ്റ് ദ ബ്ലഡ് പ്രഷർ, ദ പൾസ് റേറ്റ് എക്സെട്ര, ദെൻ SpO2 മോണിറ്റർ ചെയ്യണം, ഫങ്ഷണൽ സ്റ്റാറ്റസ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. എന്നിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി if they are having this red flag signs, and then we can actually consider a teleconsultation with our higher center and decide on whether to refer those patients or not. So then what is the treatment of post-COVID syndrome? So basically we need to focus on this pulmonary rehabilitation. So എല്ലാവർക്കും pulmonary rehabilitation വേണ്ടി വരത്തില്ല, പക്ഷേ എക്സർഷൻ ഡിസ്നി ഉള്ളവർക്കൊക്കെ pulmonary rehabilitation വേണ്ടി വരും. സോ pulmonary rehabilitation പറ്റിയുള്ള മീൻസ് വീഡിയോസ് ഒക്കെ തന്നെ മീൻസ് ട്രെയിനിങ് ഡിവിഷൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് പ്രോട്ടോകോളിൽ pulmonary rehabilitation സ്റ്റെപ്സ് ഒക്കെ ആക്ച്വലി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ വി നീഡ് ടു ടീച്ച് ദ പേഷ്യൻസ് സോ അബൌട്ട് pulmonary rehabilitation. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. വി ക്യാൻ എഡ്യൂക്കേറ്റ് ദം ത്രൂ വീഡിയോസ്. വലിയ ഹൈപ്പോക്സിയ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് SpO2 is more than 94% and they are having only say exertional dyspnea. ഈ pulmonary rehabilitation അവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. Then if the CT-ലൊക്കെ നമുക്ക് ഫൈബ്രോസിസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫൈബ്രോസിസ് പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ we do have access to 2 drugs now. There is one is pirfenidone and second is nintedanib, which is available in Kerala. So it's a tyrosine kinase inhibitor. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ only at the as per the advice of our pulmonologist. It's very very important. Then anticoagulants. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പല പേഷ്യൻസും നമ്മുടെ ഡിസ്ചാർജിന് ശേഷം MI ആയിട്ട് വരുന്നുണ്ട്, സ്ട്രോക്ക് ആയിട്ട് വരുന്നുണ്ട്, ചിലർ ത്രോംബോസിസ് ആയിട്ട് വരുന്നുണ്ട്, മീസെൻട്രിക് ഇസ്കീമിയ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ആന്റികോയാഗുലൻസ് പലപ്പോഴും നമ്മൾ ഹൈപ്പോക്സിയുള്ള എല്ലാവർക്കും ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നിടത്തോളം വി ആർ യൂസിങ് ദിസ് ഹെപ്പാരിൻ ഓർ ഇനോക്സപാരിൻ. ബട്ട് ആഫ്റ്റർ ഡിസ്ചാർജ് നമ്മൾ ഒരു ഗ്രൂപ്പിന് മാത്രമേ ആക്ച്വലി കൊടുത്ത് വിടാറുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും ആന്റികോയാഗുലൻസ് കൊടുക്കേണ്ട എന്നൊരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി ബേസ്ഡ് ഓൺ എവിഡൻസ്. സോ ആന്റികോയാഗുലൻസ് നമ്മളൊരു 2 to 3 weeks ആഫ്റ്റർ ഡിസ്ചാർജ് കൊടുക്കേണ്ട ഒരു കാറ്റഗറി പേഷ്യൻസ് ഉണ്ട്. അതായത് ദോസ് ഹു ആർ അറ്റ് ഹൈ റിസ്ക് ഓഫ് ദിസ് തിങ് ത്രോംബോട്ടിക് ഓർ ത്രോംബോഎംബോളിക് ഇവന്റ്സ് ഒക്കറിങ്. ഒരു അൺകൺട്രോൾ ഡയബറ്റിസ് ഹൈപ്പർടെൻഷൻ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഏജ് അബോവ് 75 അല്ലെങ്കിൽ ഡൈമർ ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് വിച്ച് ഈസ് 2 times more than the upper limit of normal. ദാറ്റ് ഇസ് 500 ആണ് കട്ട് ഓഫ് എടുക്കുന്നെങ്കിൽ 1000 കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ആന്റികോയാഗുലൻസ് ഒരു 2 to 3 weeks കൊടുത്തു വിടുന്നത് നല്ലതായിരിക്കും. ദെൻ കാർഡിയക് ഫെയിലർ നമ്മൾ ഒരു എക്സർഷൻ ഡിസ്നിയുടെ കോസ് ഒരു പോസ്റ്റ് കോവിഡ് കാർഡിയക് ഫെയിലർ ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ കാർഡിയക് ഫെയിലറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. Then non-specific symptoms like say chronic fatigue syndrome and all, we know that we don't have any specific treatment for that, but omega-3 fatty acid, vitamin D, vitamin E, etc. do help. ഈ vitamin D കുറഞ്ഞ ആൾക്കാർക്ക് the risk of infection is also high എന്ന് പറഞ്ഞ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. So if you are aware of the this vitamin D deficiency status, you can all put them on vitamin D. Then ഈ പെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് we need to assess the pain, and if they are having say neuralgic pain, then you should start them on
drugs like gabapentin or pregabalin. Now, a few words on this pulmonary rehabilitation for patients with persisting or exertional dyspnea. So, mikka problems drugs illade enne with a lifestyle modification or rehabilitation which namukku treat cheyan pattanam, and for that we need to give the proper IEC to the patients. Okay. So many patients are still recovering spontaneously in the first 6 weeks after COVID-19 and do not generally require fast track entry into a pulmonary rehabilitation program. Those who had a significant respiratory illness may benefit from pulmonary rehabilitation, defined as a multidisciplinary intervention based on personalized evaluation and treatment, which includes exercise training, education, behavioral modification, and all. So, the important thing, we should never ask the patient to resume the normal activities after, say, discharge from the hospital. So, a graded diet വേണം. So, if exercise ചെയ്യാണെങ്കിലും ഒരു graded diet വേണം ചെയ്യാൻ. So, ഒരു 50 push-up എടുത്തുകൊണ്ടിരുന്ന ആളെ discharge പിറ്റേ ദിവസം തൊട്ട് എടുക്കാൻ പറയരുത്. So, after 7 days, ask them to have a graded exercise program. So, gradual ആയിട്ട് പഴയ ഒരു exercise routineലോട്ട് പോകാൻ സമ്മതിക്കാം. So, breathing control exercise, I'm not going to explain in detail about the breathing control techniques. So, how to use the incentive spirometry, so to enhance your the strength of your diaphragm, all those things, and how to make the work of breathing minimized. The steps, etc., are clearly mentioned in our protocol. So, you should go through that. So, thank you very much. I think that there are a lot of questions. Discussion load അതിനുള്ള solutions കണ്ടുപിടിക്കാം. Thank you very much. നമുക്ക് പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഓഫ് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ടു ടോക്ക് ലൈക്ക് ടു എ പേഴ്സൺ ലൈക്ക് അരവിന്ദ് സർ. അപ്പം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. കേൾക്കാം. സർ, പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് നമ്മളിപ്പോ പറയുമ്പം നമ്മൾ അതിനകത്ത് ചിൽഡ്രൻ എന്നൊരു കാറ്റഗറി അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ ന്യൂ ബോൺസ് ആൻഡ് ചിൽഡ്രൻ അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ന്യൂ ബോൺസ് ആൻഡ് ചിൽഡ്രൻ നമ്മൾ ആക്ച്വലി പോസ്റ്റ് കോവിഡ് ഈ കോംപ്ലിക്കേഷൻസ് രീതിയിലല്ല ഉദ്ദേശിച്ചത്. അവർക്കൊരു രജിസ്റ്റർ വേണം, ഡെഫിനറ്റ്ലി രജിസ്റ്റർ വേണം. പിന്നെ ഇവർക്ക് നമ്മൾ MASC അല്ലാതെ ഈ പറയുന്ന ഫെറ്റിഗബിലിറ്റി അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചിൽഡ്രനിൽ കൂടുതലായിട്ട് കാണുന്നില്ല. ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം നമുക്കൊരു PHC ലെവലിൽ ഡെഫിനറ്റ്ലി എനി പേഷ്യൻറ്റ് ഈസ് കമ്മിങ് വിത്ത് പെർസിസ്റ്റന്റ് ഫീവർ, എന്തായാലും ഏത് പീഡിയാട്രിക് പേഷ്യന്റ് വന്നാലും ഇപ്പൊ വൺ ഓഫ് ദ DDs കോവിഡ് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെന്റ് കൂടെ വരികയാണെങ്കിൽ ഇപ്പം പീഡിയാട്രീഷ്യൻസ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ MASC കൂടെ കൺസിഡർ ചെയ്യണമെന്നുള്ള മാത്രമേ ഉള്ളൂ. പീഡിയാട്രിക്സിൽ വി ആർ ഫോക്കസിങ് ഓൺലി ഓൺ MASC, അല്ലാതെ ഈ സൈക്കോസൊമാറ്റിക് കംപ്ലൈൻസ് ഒന്നും അങ്ങനെ പീഡിയാട്രിക്സിൽ വരാറില്ല. മസ്കുലോസ്കെലറ്റൽ പ്രോബ്ലംസോ അങ്ങനെ ലാക്ക് ഓഫ് സ്ലീപ്പ് ഒന്നും അങ്ങനെ ഒരു പോസ്റ്റ് കോവിഡ് ആയിട്ട് അങ്ങനെ കാണാറില്ല പീഡിയാട്രിക്സിൽ. പീഡിയാട്രിക്സിൽ വി നീഡ് ടു ഫോക്കസ് ഓൺലി ഓൺ MASC. ഈ MASCയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ യൂഷ്വലി ആലോചിക്കുന്നതേ ആയിരിക്കില്ല. നമ്മൾ ഇൻഫെക്ഷൻ ആണ്, നമ്മൾ സെപ്സിസ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആണ് ട്രീറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ MASC ആണെങ്കിൽ ദേ വിൽ ബി യൂസിങ് ഹൈ ഡോസ് IVIG ഓർ ഹൈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ്, അങ്ങനെ പോവുക. അഡൾട്ട് ആണെങ്കിലും സെയിം തിങ്, ഹൈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കോവിഡിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഡോസ് അല്ല. മീഥപ്രിനിസോളോൺ നമ്മൾ 40 to 60 ഒക്കെ അല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. അത് മറ്റേതിലാണെങ്കിൽ 1.5 to 1 gram ആണ് 3 to 5 days യൂസ് ചെയ്യേണ്ടി വരിക. സോ അതിന് നമുക്ക് ഒരു സിംഗിൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇല്ലല്ലോ. സോ ഒരു ക്ലിനിക്കൽ സസ്പിഷനും ഈ അഡൾട്ട്സിൽ കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, സെപ്റ്റിക് ഷോക്കിന്റെ DD മിസ് ആണെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. എന്നാൽ മാത്രം ഇറ്റ്സ് എ ഡയഗ്നോസ് എക്സ്ക്ലൂഷൻ, വി നീഡ് ടു റൂൾ ഔട്ട് മിസ്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ മിസ് ഇറ്റ്. കാരണം ഈ അക്യൂട്ട് അബ്ഡോമൻ മീൻസ് അബ്ഡോമൻ നമുക്കൊരു 60-year-old ഫീമെയിൽ പ്രസന്റ് ചെയ്തത് അക്യൂട്ട് അബ്ഡോമിനൽ പെയിൻ ആയിട്ടാണ്. അപ്പോൾ അത് CT എടുത്തപ്പോഴോ ഒരു ചെറിയൊരു അപ്പൻഡിക്കുലർ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദ സർജൻസ് വെർ സോ കോൺഫിഡൻറ്റ് സെയിങ് ദാറ്റ് ഇത്രത്തോളം പേഷ്യന്റ് ഈസ് ഇൻ ഷോക്ക്, പേഷ്യന്റ് ഈസ് ഇൻ വെന്റിലേറ്റർ. പിന്നെ നേരത്തെ കാണിച്ച പോലെയാണ് ഇൻവെസ്റ്റിഗേഷൻസ്, ബാക്കി എല്ലാ ഓർഗൻ ഷട്ട് ഡൗൺ പോലെയാണ്. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് വെർ സോ ഹൈ, ബട്ട് ദ സർജറി HOD വാസ് സോ ക്ലിനിക്കലി സെഡ് ദാറ്റ് ഈ അബ്ഡോമൻ വെച്ചിട്ട് ഈ സെപ്റ്റിക് ഷോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു തിങ്ക് അബൌട്ട് ഓൾട്ടർനേറ്റ് ഡയഗ്നോസിസ്. ഇൻഫെക്ഷൻ ആണോ ഇൻഫ്ലമേഷൻ ആണോ? ഇൻഫ്ലമേഷൻ ആണെങ്കിൽ ക്യാൻ ഇറ്റ് ബി മിസ് PCR-ഉം this what the antigen was negative, then the antibody was positive. പക്ഷെ ആന്റിബോഡി പോസിറ്റിവിറ്റി കൊണ്ട് മാത്രം ഒരിക്കലും മിസ് ആകില്ല കേട്ടോ. എന്ന് വെച്ചാൽ വി ഡോണ്ട് നോ ദ സ്റ്റേറ്റസ് ഓഫ് അവർ പോപ്പുലേഷൻ. സോ കുറെ പേർക്ക് ഇൻഫെക്ഷൻ അറിയാതെ വന്നു പോയി കാണാം. അപ്പൊ ആന്റിബോഡി പോസിറ്റീവിറ്റിൽ ഒത്തിരി പേര് കാണാം. അപ്പൊ ദാറ്റ് ഈസ് വൈ വി ആർ സെയിങ്
ഇറ്റ് ഈസ് എ ഡയഗ്നോസിസ് എക്സ്ക്ലൂഷൻ. ബാക്കിയുള്ള എല്ലാം റൂൾ ഔട്ട് ചെയ്തേ മിസ്സാന്ന് പറയാവൂ, പക്ഷേ മിസ്സാന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ നമ്മൾ മിസ്സ വരുമെന്നല്ല വിചാരിക്കുന്നത് കേട്ടോ. യു ഷുഡ് ബി അവെയർ ഓഫ് ദാറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. വൺ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദി ഇൻഡിക്കേഷൻസ് ഫോർ ആന്റി ഫൈബ്രോട്ടിക്സ്. നമ്മൾ ഇത് ആക്ച്വലി മീൻസ് എക്സർഷണൽ ഡിസ്നെ വരുമ്പോൾ CT എടുക്കുമ്പോൾ ഒരു ഫൈബ്രോസിന്റെ എലിമെന്റ് കാണുകയാണെങ്കിൽ along with that if there is an exertional desaturation you get the opinion of a pulmonologist. പൾമണോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രമേ നമ്മൾ ആക്ച്വലി ആന്റി ഫൈബ്രോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ആക്ച്വലി ദ പൊട്ടന്റ് ആന്റി ഫൈബ്രോട്ടിക് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് തന്നെയാണ്. നമ്മൾ മിക്ക പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഹൈപ്പോക്സി ഉള്ളവർ കൊടുക്കുന്നുണ്ട്. എക്സർഷൻ ഡിസ്നെ ഉള്ളവരാണെങ്കിൽ ആക്ച്വലി ഡിസ്ചാർജ് കഴിഞ്ഞ ഒരു 1 to 2 വീക്സും കൂടെ നമ്മൾ ഒന്നി വൈസ്ലോൺ അല്ലെങ്കിൽ മീഥപ്രിനിസോൺ കൊടുത്തിട്ടാണ് വിടുന്നത്. എന്നിട്ടും ആക്ച്വലി ഫൈബ്രോസിസ് പിന്നെ ഒരു CTയിൽ കാണുകയാണെങ്കിൽ മാത്രമേ ആന്റി ഫൈബ്രോട്ടിക്സ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഈ പെർഫിനിഡോണും നിൻഡിറ്റാനിബും ഫൈബ്രോസിസ് പ്രിവെൻഷൻ എന്നുള്ളതല്ല, ഫൈബ്രോസിസ് വന്ന ശേഷം യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അത് വി ഡോണ്ട് വാണ്ട് മീൻസ് യു ടു സ്റ്റാർട്ട് ആന്റി ഫൈബ്രോട്ടിക്സ് ഇൻ PHC or CHC. ഡെഫിനറ്റ്ലി ഒരു പൾമണോളജി ഒപ്പീനിയന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാം. ഈസ് ദർ എനി റോൾ ഫോർ പ്രൊഫൈലാക്റ്റിക് ഇൻസെന്റീവ് സ്പൈറോമീറ്റർ ഇൻ COVID-19? ആക്ച്വലി ഈ പറഞ്ഞ പോലെ പല പേഷ്യൻസിനും ഈ ഒരു നോർമൽ റിക്കവറിക്ക് ശേഷമാണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ പറയുന്നതെങ്കിലും ഇപ്പൊ ഹൈപ്പോക്സി ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഓക്സിജൻ റിക്കവറിംഗ് പേഷ്യൻസ് ആണെങ്കിൽ പൾമണറി റീഹാബിലിറ്റേഷൻ ആക്ച്വലി ബിഗിൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ഇറ്റ്സെൽഫ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ ഇൻസെന്റീവ് സ്പൈറോമെട്രിയും ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുത്ത ശേഷമാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറി നമുക്ക് വി ആർ നോട്ട് റിയലി ബോതേഡ്. പക്ഷെ വേറെ ഒരു കാറ്റഗറി ഉണ്ട്, അതായത് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ഹൈപ്പോക്സി അങ്ങനെ ഒന്നും ഇല്ല. കാരണം നമ്മൾ 6 minute വാക്ക് ടെസ്റ്റ് ചെയ്താലും അവർക്ക് പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ ആഫ്റ്റർ ഡിസ്ചാർജ് വെൻ ദേ ഗോ ഹോം ഈ പടിയൊക്കെ കയറുമ്പോൾ ഈ 6 minute വാക്ക് ടെസ്റ്റിനെ കാട്ടിയൊക്കെ ഒത്തിരി എക്സർഷൻ ആണ് ഈ പടി കയറുന്നതും ഈ കുത്തിയിരുന്ന് നനയ്ക്കാനും. ആ ഒരു സിറ്റുവേഷൻ സാച്ചുറേഷൻ വരുന്ന പേഷ്യൻസ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പൾമണറി റീഹാബിലിറ്റേഷൻ വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഈ ക്ലിനിക്സിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ. അല്ലാതെ ഹോസ്പിറ്റലിൽ വെച്ച് ഹൈപ്പോക്സി ഉള്ള കാര്യത്തിൽ വി ആർ നോട്ട് റിയലി ബോതേഡ്. കാരണം അത് ഇവിടെ നിന്ന് തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും പെടുന്നത്. മറ്റേ ആൾക്കാരെ പിക്ക് ചെയ്യണം, അവർക്ക് നമ്മൾ വീട്ടിൽ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ഹോസ്പിറ്റലിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സോ ത്രൂ IEC എഡ്യൂക്കേഷൻ ആൻഡ് ഓൾ ചെറിയ ഡിസ്നെയൊക്കെ ഉള്ളൂ, ദർ ഇസ് നോ. അവർക്ക് മിക്കവരും പൾസ് ഓക്സിമീറ്റർ വീട്ടിലുണ്ട്, എക്സർഷൻ ഡിസ്നെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാച്ചുറേഷൻ ഈവൻ ആഫ്റ്റർ എക്സർഷൻ 98 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അത് വെച്ച് ബ്രീത്തിങ് എക്സസൈസ് വെച്ചൊന്നും ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ആക്ച്വലി അവർ കോൾ. ഇൻസെന്റീവ് സ്പൈറോമെട്രി ഡെഫിനറ്റ്ലി ഹാസ് എ റോൾ. ഇഫ് എ patient who is having CML who is already on tyrosine kinase inhibitors, change the tyrosine kinase inhibitor if there is suspicion of fibrosis. അതെനിക്കറിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിൻഡിറ്റാനിബ് ഈസ് എ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ, വേറെ ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റർ കഴിക്കുന്ന ഒരു CML പേഷ്യന്റ് ഫൈബ്രോസിസ് വരികയാണെങ്കിൽ നിൻഡിറ്റാനിബ് സ്റ്റാർട്ട് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഐ ഡോണ്ട് നോ. ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വി നീഡ് ടു ഇൻഡിവിജ്വലൈസ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിൻഡിറ്റാനിബ് എന്ന് പറഞ്ഞ ഡ്രഗ് ഇപ്പോഴാണ് ചീപ്പായി മാറിയത്, അവൈലബിൾ. ചീപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള വില അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇറ്റ് ഈസ് അറൌണ്ട് 4500 പെർ മന്ത് ആയി മാറി. അതാണ് ഞാൻ ചീപ്പ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതില് മീൻസ് കുറെ ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഒരു ന്യൂ ഡ്രഗിനെ പറ്റി വെൻ യു ആർ ട്രൈങ് ടു യൂസ് ദാറ്റ് വി ഷുഡ് ബി അവെയർ ഓഫ് ദ ഡ്രഗ് ഇന്ററാക്ഷൻസ് ആൻഡ് ഓൾ. ആന്റി കോയാഗുലൻസ് കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ചില ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ വരാം. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഫുൾ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ നോക്കിയ ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Can steroids be given together with antifibrotics? No problem. That can be used. പക്ഷേ ഈ സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ പൾമണോളജിന്റെ അഡ്വൈസ് അനുസരിച്ചാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഹൗ ലോങ് ആന്റിഫൈബ്രോട്ടിക്സ് ടു ബി കണ്ടിന്യൂഡ് ആൻഡ് ദ ഡോസ്. ഡോസ് നിൻഡിറ്റാനിബ് എന്ന് പറഞ്ഞാൽ 150 BD ആണ്. സോ അതിന് എത്ര ഡ്യൂറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നത്തിങ് ഈസ് കാസ്റ്റ് ഇൻ സ്റ്റോൺ അങ്ങനെ സിറ്റുവേഷൻ അല്ല. എല്ലാം ക്ലിനിക്കൽ റെസ്പോൺസ്, PFT അതെല്ലാം വെച്ചിട്ട് FPC എല്ലാം നോക്കിയിട്ട് പൾമണോളജിസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ ഇവരെ കറക്റ്റ് ഹാൻഡ് പിക്ക് ചെയ്ത് പൾമണോളജിസ്റ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സോ എക്സ്പ്ലെയിൻ അബൌട്ട് റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി ആൻഡ് പൾമണറി റീഹാബിലിറ്റേഷൻ. അത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പ്രോട്ടോകോളിലുണ്ട്. പ്രോട്ടോകോളിന്റെ അവസാനത്തെ ഒരു 10 പേജ് പൾമണറി റീഹാബിലിറ്റേഷൻ ആണ്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. പിന്നെ ഷോർട്ട്ലി എ വീഡിയോ വിൽ ബി കമ്മിങ് ഡെമോൺസ്ട്രേറ്റിംഗ് ഹൗ ടു ഡു ഓൾ ദീസ് സ്റ്റഫ്. only thing is ഈ പൾമണറി റീഹാബിലിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വേണം. ഈസ് ലോ ഡോസ് ആസ്പിരിൻ ബെനിഫിഷ്യൽ? വി നോ ദാറ്റ് മെനി സെന്റേഴ്സിൽ ലോ ഡോസ് ആസ്പിരിൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ആന്റികോയാഗുലൻസ് കൊടുത്ത് വിടേണ്ട ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് പലപ്പോഴും നമ്മളുടെ എവിഡൻസ് ഉള്ള ആന്റികോയാഗുലേഷൻ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി വിത്ത് റിവറോക്സബാൻ ഓർ അപിക്സിബാൻ. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 2 വീക്സിന് ഒരു 1500 rupees ഒക്കെ ആകുന്നുണ്ട്. അത് പറ്റാത്ത ആൾക്കാർക്ക് പലപ്പോഴും എക്കോസ്പ്രിൻ കൊടുത്ത് വിടാറുണ്ട്. അത് ഹൈ റിസ്ക് ആണ്, നമ്മൾ MI പ്രിവെൻഷനോ ഒക്കെയാണ്. പക്ഷെ ആന്റികോയാഗുലന്റ് വേണ്ട സ്ഥലത്ത് ആന്റികോയാഗുലന്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എക്കോസ്പ്രിൻ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ്.
നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിയൽ ഇൻഡിക്കേഷൻ ഉണ്ടോ നോക്കും. ഇഫ് ദ ഡി ഡൈമർ ഈസ് മോർ ദാൻ 2 times എലിവേഷൻ, ദർ ഇസ് ഒരു VT സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ത്രോംബോ എംബോളിസം റിസ്ക്. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 4 ഇത് തന്നെ യൂസ് ചെയ്യും. ഏജ് മോർ ദാൻ 75 ഇത് തന്നെ യൂസ് ചെയ്യും. അല്ലാതെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ആസ്പിരിൻ ക്യാൻ ബി ഗിവൻ ഫോർ 2 to 3 weeks, ബട്ട് ദെൻ ഇറ്റ് ഈസ് നോട്ട് ബാക്ക് ബൈ എനി എവിഡൻസ്. പോസ്റ്റ് കോവിഡ് അറ്റാക്സിയ വിത്തൗട്ട് എനി ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഷുഡ് ബി റെഫർ. ഡെഫിനറ്റ്ലി അത് റെഫർ ചെയ്യണം. കാരണം ഈ പോസ്റ്റ് കോവിഡ് അറ്റാക്സിയ എന്ത് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ പോസ്റ്റ് കോവിഡ് ആയിട്ട് വന്നാലും നേരത്തെ പറഞ്ഞല്ലോ. കാരണം ഈ പോസ്റ്റ് കോവിഡിൽ ഈവൻ ഡീമൈലിനേഷൻ ക്യാനൊക്കെ പോസ്റ്റ് കോവിഡ്, അപ്പോൾ ഡീമൈലിനേഷൻ ട്രീറ്റ്മെന്റ് മേ ബി എൻറ്റയർലി ഡിഫറെന്റ്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ കാണുകയാണെങ്കിൽ യു നീഡ് ടു സെൻഡ് ഇറ്റ് ടു എ ക്ലിനിക് വെർ ദർ ഇസ് എ ന്യൂറോളജിസ്റ്റ്. കാരണം വീനസ് ത്രോംബോസിസ് വരെ ഉണ്ടാകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് വി നീഡ് ടു റെഫർ. വാട്ട് ഈസ് ദ കട്ട് ഓഫ് വാല്യൂ ഫോർ annually pulmonary embolism in post covid? Annually consider pulmonary embolism in post covid എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ കട്ട് ഓഫ് വാല്യൂ ഫോർ ഡി ഡൈമർ, ഓർ ഡു വി ഡയറക്ട്ലി കൺസിഡർ CTPA in pregnant ladies? അത് ഓക്കെ, ഇത് 3 ആസ്പെക്ട് ആണ് ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി നമുക്ക് ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് പൾമണറി എംബോളിസം എപ്പോൾ സസ്പെക്ട് ചെയ്യണം നമുക്കറിയാം. ഇപ്പോൾ ഡി ഡൈമർ എന്ന് പറയുന്നത് അക്യൂട്ട് കോവിഡിന്റെ പാർട്ടായിട്ട് തന്നെ യു ക്യാൻ ഹാവ് എൻ എലിവേറ്റഡ് ഡി ഡൈമർ ലെവൽസ്. സോ അക്യൂട്ട് കോവിഡിൽ നമ്മൾ ഈ പൾമണറി എംബോളിസം സസ്പെക്ട് ചെയ്യുന്നത് ഡെസ്പൈറ്റ് അവർ ആഡിക്വേറ്റ് ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് എന്താ ഹൈ ഫ്ലോ നേസൽ ഓക്സിജനും സ്റ്റിറോയിഡ്സും ആന്റികോഗുലൻസും കൊടുത്തിട്ടും if the patient's oxygenation is not improving, patient is going in for tachycardia, hypotension, and CT is not revealing nothing other than what we have expected as ground glassing onnu illa, and D-dimer is progressively increasing. Aa oru situation lana pulmonary embolism acute covid il consider cheyyunnathu. The question is post covid il eppa consider cheyyam. Post covid il ipo namukku oru patient is coming to you with exertional dyspnea അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഡീസാച്ചുറേഷൻ, അപ്പോൾ ഒരു ലിംബിൽ എഡിയമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി DVT പ്ലസ് പൾമണറി എംബോളിസം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വൈസ് മാനർ ആയിട്ട് പോകണം. അതാണ് നേരത്തെ അൽഗോരിതം കാണിച്ചത്. സോ ഈ പേഷ്യന്റ് ഈസ് കമ്മിങ് ടു വിത്ത് എക്സേർഷണൽ ഡിസ്നിയ. സോ 3 പോസിബിലിറ്റീസ്. ഒന്ന് അനീമിയ, രണ്ടാമത് ലങ് ഇൻവോൾവ്മെന്റ്, തേർഡ് ഈസ് കൊറോണറി ഇൻവോൾവ്മെന്റ്. അപ്പോൾ നമ്മൾ അനീമിയ റൂൾ ഔട്ട് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ലങ് വേഴ്സസ് coronary involvement. So lung involvement, so it could be a parenchymal problem like fibrosis, or it could be a pulmonary embolism. അവിടുത്തെ ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഡി ഡൈമർ തന്നെ ആയിരിക്കാം. നമ്മൾ ഒരു പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഒരു 3rd വീക്കിന് അപ്പുറം ഒക്കെ ഡി ഡൈമർ അത്രത്തോളം ഹൈ ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല നേരത്തെ ഉള്ള കോവിഡിന്റെ ത്രോംബോ ഇൻഫ്ലമേഷൻ ആയിട്ട്. സോ നമ്മൾ 500 കട്ട് ഓഫ് എങ്കിൽ, സോ ഇറ്റ് ഈസ് 5 times എലിവേറ്റഡ്. ആ ഒരു സിറ്റുവേഷനിൽ വി നീഡ് ടു think about pulmonary embolism also. അതിന് CTPA ആക്ച്വലി ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ആദ്യമേ CTPA ചെയ്യണമെന്നല്ല, we need to rule out the fibrosis and then proceed with CTPA. അപ്പോൾ അതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ എക്കോ ഒക്കെ ചെയ്യുക, കാർഡിയാക്ക് റൂൾ ഔട്ട് ചെയ്ത ശേഷം CTPA ചെയ്താൽ മതി. Rule out fibrosis, rule out cardiac problems, and then go in for CTPA. Then the next is actually in pregnancy. Pregnancy there is a problem because the D-dimer cut off എന്ന് പറയുന്നത് ഇപ്പം നോർമൽ ഉള്ള പോലെ അല്ല. ഇപ്പം 3rd trimester pregnancy-ൽ ഇപ്പോൾ D-dimer 1.8 ഒക്കെ up to 1.8 is normal in 3rd trimester pregnancy. ഇപ്പോൾ അഡൽട്ടിന് 500 കൂടുതൽ തന്നെ എലിവേറ്റഡ് എന്ന് പറയുമ്പോൾ pregnancy in 3rd trimester up to 1.8 may be normal. അപ്പോൾ pregnancy cut offs ഒന്നും ഇല്ല. അപ്പം നമ്മൾ മീൻസ് ഒരു 5 times എലിവേറ്റഡ് ആണെങ്കിൽ വിൽ ഗോ ഫോർ ആന്റികോയാഗുലേഷൻ. അപ്പം D-dimers ഒരു മാർക്കഡ്ലി എലിവേറ്റഡ് വിത്ത് പെർസിസ്റ്റിംഗ് ഡിസ്നി ആണെങ്കിൽ മാത്രമേ പ്രഗ്നൻസിയിൽ CTPA ഒക്കെ എടുക്കാൻ പോകത്തുള്ളൂ. ഓക്കെ, so how long anticoagulation? So it depends on for what indication you started the patient on anticoagulation. So patient COVID ഉണ്ടായിരുന്ന സമയത്ത് പേഷ്യന്റിന് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആന്റികോഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം, തെറാപ്യൂട്ടിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. തെറാപ്യൂട്ടിക് മീൻസ് DVTക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പൾമണറി എംബോളിസത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തെറാപ്യൂട്ടിക് ആണ്. അതിന്റെ നോർമലി നമ്മൾ DVTക്ക് പൾമണറി എംബോളിസത്തിന് കൊടുക്കുന്ന അത്രത്തോളം ഡ്യൂറേഷൻ കൊടുക്കേണ്ടി വരും. അല്ല പ്രൊഫൈലാക്റ്റിക്കലി, അത് ഹൈപ്പോക്സിക് ഇൻഡിവിജ്വൽസ് D-dimer കൂടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഫൈലാക്റ്റിക് ആന്റികോഗുലേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ അറൌണ്ട് 2 to 3 weeks. കോഎൻസൈം Q ഈസ് ഇറ്റ് യൂസ്ഫുൾ? ബേസിക്കലി നമുക്ക് ഈ പോസ്റ്റ് കോവിഡിൽ ഉണ്ടാവുന്ന കുറെ മൾട്ടി സിസ്റ്റം മാനിഫെസ്റ്റേഷൻസ്, അവിടെ ഇവിടെയും വേദന, ഉറക്കമില്ലായ്മ, അതിന് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാറുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ബാക്ക് ബൈ എവിഡൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ omega-3 ഫാറ്റി ആസിഡ് പറഞ്ഞ പോലെ കോഎൻസൈം Q ഒക്കെ കൊടുക്കാറുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ബാക്ക് ബൈ എവിഡൻസ്. Can doctor examine the patient without PPE kit in post-COVID clinic? So basically, what do you mean by PPE kit എന്നുള്ളതാണ് the biggest question. കാരണം ഇപ്പം നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മൾ 2nd and 3rd wave ഒക്കെ വരികയാണ്. അപ്പോഴേ തന്നെ കാണുന്നത് now everyone knows that the contact transmission of COVID is actually pretty low.
It's basically droplet and aerosol based on. So we should be focusing on the droplet transmission. നമുക്ക് വേണ്ടത് ഒരു N95 മാസ്ക് വിത്ത് എ വെരി ഗുഡ് ഫിറ്റ് ആണ്. അല്ല N95 മാസ്ക് വിത്തൗട്ട് എ ഫിറ്റ് ആയിട്ട് കാര്യമില്ല. N95 മാസ്ക് വിത്ത് എ വെരി ഗുഡ് ഫിറ്റും ഒരു ഫേസ് ഷീൽഡ് അത്രയും ആണ് ആക്ച്വലി വേണ്ടത്, along with hand sanitization. And if you are using a gown, very good enough. അത് മതിയാവും. Then how frequent DVT pulmonary embolism is seen in our population? That's a very good question. കാരണം നമുക്ക് ബേസിക്കലി നമുക്ക് സ്റ്റഡീസ് ഇല്ലാണ്. ഈ പറയുന്ന പൾമണറി എംബോളിസവും ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഈ കോക്കേഷ്യൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ബട്ട് ഇത് അത്ര റയർ അല്ല കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന 0.34% മാത്രം മോർട്ടാലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. സോ വൺ കേസ് ഓഫ് പൾമണറി എംബോളിസം മിസ്ഡ് ഓൾസോ ഇസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം ഫോർ us. സോ വി ഹാഡ് എ റെസിഡന്റ് ഡിസ്ചാർജിന് ശേഷം പൾമണറി എംബോളിസം വന്ന് നമ്മുടെ തന്നെ ഒരു PG സ്റ്റുഡന്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ വെരി റയർ ഇവന്റ്, ക്യാൻ ഒക്കർ. So we had patients who have come back to us with stroke syndrome after discharge. We had patients who have come back and died with myocardial infarction after discharge. We had a patient who came back with a dry gangrene. Other thrombosis ആയിരുന്നു. That's around 2 weeks after discharge. So the right patient will require anticoagulation. Post-COVID palpitation പലരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് റിയലി സീരിയസ് ആണോ നോക്കണം. കാരണം ഒരു പാൽപിറ്റേഷൻ ഒക്കെ പറയുമ്പോൾ മീൻസ് റിക്വയർസ് എ ബിറ്റ് ഓഫ് ഇവാലുവേഷൻ. സം നോട്ട് ഓൺ CRISPR testing. CRISPR testing actually we are waiting for CRISPR testing to come to Kerala. Discharge in comorbid patients for cardiac baseline. Echo discharge in comorbid patients for cardiac baseline evaluation. Okay, that means കാർഡിയക് ബേസ് ലൈനിന് വേണ്ടി ഡിസ്ചാർജ് മുമ്പ് എക്കോ ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു ഗൈഡ് ലൈൻസിലൊന്നും അങ്ങനെ പറയുന്നില്ല. ഇൻഡിവിജ്വൽ കേസ് ബൈ കേസിൽ യു ക്യാൻ ആക്ച്വലി കൺസിഡർ സച്ച് തിങ്. എൻഡോക്രൈൻ കോസ് ഓഫ് പാൽപിറ്റേഷൻ പോസ്റ്റ് കോവിഡ്. നമ്മൾ സാധാരണ എൻഡോക്രൈൻ കോസ് ഓഫ് പാൽപിറ്റേഷനിൽ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ആണ് പറയുന്നത്. നമ്മൾ സാധാരണ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ പേഷ്യൻസിൽ കാണുന്നുണ്ട് കേട്ടോ. അത് ഈ ആഫ്റ്റർ ഡിസ്ചാർജ് ഓൾസോ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ കാണുന്നുണ്ട്. പക്ഷെ അത് അഡ്രിനൽ ആയിട്ട് ബന്ധപ്പെട്ടല്ല കാണുന്നത്. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോണിൽ AC2 റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അവിടെ മീൻസ് അതുകൊണ്ടാണ് ഈ സെൻസറി മാനിഫെസ്റ്റേഷൻസ് മീൻസ് കെമസ്തെസിസ് പിന്നെ ഈ ന്യൂറാൾജിക് പെയിൻ ഒക്കെ വരുന്നത്. അതിന്റെ പാർട്ടായിട്ട് തന്നെയാണ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ക്യാൻ ബി ഇൻവോൾവ്. അങ്ങനെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ പാൽപിറ്റേഷൻ വരാം. ഡയറക്റ്റ് അഡ്രിനൽ ഇൻവോൾവ്മെന്റ് ഐ ആം നോട്ട് അവെയർ ഓഫ്. CRISPR testing. Any drug preference for among anticoagulants എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ പ്രിഫറൻസ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു അവർ അവൈലബിലിറ്റി ഓൾസോ. അപ്പോൾ നമുക്ക് കൂടുതലും റിവറോക്സിബാനും അപിക്സിബാനും ആണ് അവൈലബിൾ. സോ വി ആർ യൂസിങ് ദാറ്റ്. പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വാർഫാറിൻ യൂസ് ചെയ്തൂടെ. കാരണം വാർഫാറിൻ ആയിട്ടല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിന് സ്റ്റഡീസ് അങ്ങനെ അധികം സ്റ്റഡീസ് ഇല്ല. പക്ഷേ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാർഫാറിൻ മതി. ഇപ്പോൾ ഒരു പൾമണറി എംബോളിസം അല്ലെങ്കിൽ DVT പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാർഫാറിൻ ഈസ് ഗുഡ് ഇനഫ്. ആന്റിബോഡി ടെസ്റ്റ് എനി വാല്യൂ. സോ ഇതാണ് യൂഷ്വലി ഇത് പോസ്റ്റ് കോവിഡ് ക്ലിനിക്സ് ഒക്കെ പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ മിസ്സാന്ന് MISC എന്ന് പറയുമ്പോൾ സോ വൺ ഓഫ് ദ തിങ്സ് യു റിക്വയർ ഈസ് എൻ ആന്റിബോഡി ടെസ്റ്റിംഗ്. IgG ആന്റിബോഡി വേണ്ടി വരും. അപ്പം കേരളത്തിന്റെ സിറ്റുവേഷനിൽ ഇപ്പം IgG ആന്റിബോഡിയുടെ ഇമ്പോർട്ടൻസ് 2 സിറ്റുവേഷനിലാണ് വരുന്നത്. ഒന്ന് ഈ കൺവാലസന്റ് പ്ലാസ്മ. അത് ഇനി കൺവാലസന്റ് പ്ലാസ്മ ഇപ്പം ഡോണർ പ്ലാസ്മയിൽ ഈ IgG ആന്റിബോഡി ഉണ്ടോ നോക്കി അതിന് ന്യൂട്രലൈസിങ് ആന്റിബോഡി ടൈറ്റർ നോക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല. IgG ആന്റിബോഡി ഉണ്ടോ നോക്കാൻ വേണ്ടി വി ആർ യൂസിങ് ദിസ് IgG. ആൻഡ് സെക്കൻഡ് ഈസ് ഇഫ് യു ആർ സസ്പെക്ടിങ് MISC ഓർ MISA ആൻഡ് ഇഫ് യുവർ റാറ്റ് ഈസ് യൂഷ്വലി നെഗറ്റീവ്. ഇഫ് യുവർ PCR ഈസ് പോസിറ്റീവ് വെൽ ഗുഡ് ഇനഫ്. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആന്റിബോഡിയും കൂടെ ആക്ച്വലി നോക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പോഴേ നമുക്കൊരു വി ഹാവ് എൻ MBBS സ്റ്റുഡൻറ് ഫ്രം അന്തർ ഹോസ്പിറ്റൽ. ഷീ പ്രസന്റ് വിത്ത് headache and diplopia of 12 days duration. When diagnosis of benign intracranial hypertension എന്ന് പറഞ്ഞ് she was referred to a neurology center. അവര് they did a PCR and it was found to be positive. പക്ഷേ ആ കുട്ടിക്ക് ഇതുമായിട്ട് ഒരു റെസ്പിറേറ്ററി സിൻഡ്രോം ഒന്നുമില്ല. ബേസിക്കലി ആസ് ഫാർ as COVID is concerned asymptomatic ആണ്. അപ്പോൾ ഇനി ഈ കുട്ടി ആക്ച്വലി പോസ്റ്റ് കോവിഡ് ആണോ എന്ന് അറിയണം. കാരണം പോസ്റ്റ് കോവിഡ് ആയിട്ട് എന്തെങ്കിലും വീനസ് സൈനസ് ത്രോംബോസിസോ അങ്ങനെ വല്ലതും വന്നതാണോ, അങ്ങനെ ഉണ്ടായ ഇൻട്രാക്രൈനൽ ഹൈപ്പർടെൻഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ we need to do a IgG as well. So IgG പോസിറ്റീവ് ആണ്, we know 14 days കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്ന PCR മിക്കവാറും ഷെഡിങ് ആയിരിക്കാം. ഈ കുട്ടിക്ക് നേരത്തെ അസിംപ്റ്റമാറ്റിക് ആയിട്ട് വന്നിട്ട് അതിന്റെ ഷെഡിങ് ആയിട്ട് PCR പോസിറ്റീവ്. അപ്പൊ അതിനൊരു ക്ലൂ ആണ് ഈ IgG പോസിറ്റിവിറ്റി. ഇപ്പൊ IgG പോസിറ്റീവ് ആണെങ്കിൽ 14 days മുന്നെയാണ് ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 2 സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ആന്റിബോഡി റിയലി യൂസ് ചെയ്യേണ്ടത്. ഒന്ന് ടു ഡയഗ്നോസ് MISC ഓർ MISA, പിന്നെ അട്ടിപ്പിക്കൽ മാനിഫെസ്റ്റേഷൻസ്,
പിന്നെ മൂന്നാമത്തത് ഈ ഡോണർ പ്ലാസ്മ സെലക്ട് ചെയ്യാൻ വേണ്ടി. തൈറോയ്ഡ് മാനിഫെസ്റ്റേഷൻ പാൽപിറ്റേഷൻ. തൈറോയ്ഡ് മാനിഫെസ്റ്റേഷൻ പാൽപിറ്റേഷൻ വരുന്നത് ഈ സൈറ്റോകൈൻ സ്റ്റോം വരുമ്പോൾ യു ക്യാൻ ഹാവ് തൈറോയിഡൈറ്റിസ്, ഫ്ലെയറിംഗ് അപ്പ് ഓഫ് തൈറോയിഡൈറ്റിസ്. നമ്മളെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിന് ഇങ്ങനെ സംഭവിച്ചായിരുന്നു. ഷി വാസ് ഓൺ ട്രീറ്റ്മെന്റ് ഫോർ തൈറോയിഡൈറ്റിസ്. അപ്പോൾ ഇത് ഈ തൈറോയ്ഡ് റിക്വയർമെന്റ് കൂടുക കുറയുക എല്ലാം സംഭവിക്കാൻ പറ്റും ആസ് പാർട്ട് ഓഫ് സൈറ്റോകൈൻ സ്റ്റോം. ഈസ് സിവിയർ ഫെറ്റീഗ് കോമൺ? വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ്? മൾട്ടിവൈറ്റമിൻസ് എലോൺ ഓർ എനി അതർ ഡ്രഗ്സ്? ഈ കോമൺ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് വെച്ചാണ്. ഈ ഫെറ്റിക്കബിലിറ്റി ഉണ്ടോ എന്ന് ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെന്ന് പറയും. അങ്ങനെ ഒരിക്കലും കയറി ചോദിക്കരുത്. കാരണം അവർ എയിം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്സിൽ ഫെറ്റിക്കബിലിറ്റി ഉള്ള ആൾക്കാർ ഒന്ന് അറിയുക എന്നുള്ളതല്ല. അവർ എയിം ഈസ് ടു പിക്കപ്പ് റെഡ് ഫ്ലാഗ് സൈൻസ്. സിവിയർ ഫെറ്റിക്കബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈസ് ദയർ. കാരണം നമ്മൾ എല്ലാ സ്റ്റഡീസിലും മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് ഉള്ള കംപ്ലൈന്റ് ഫെറ്റിക്കബിലിറ്റി തന്നെയാണ്. അപ്പൊ അത് ഈ ക്രോണിക് ഫെറ്റീഗ് സിൻഡ്രോമിലോട്ട് പോകണമെന്ന് പറയണമെങ്കിൽ ഒരു 6 മാസം ആകണം. അപ്പൊ അതിനുള്ള ടൈമൊന്നും ആർക്കും ആയിട്ടില്ല. ബട്ട് ദെൻ അറൌണ്ട് 5 to 10% ഓഫ് പേഷ്യൻസ് ആർ ഹാവിംഗ് സിവിയർ ഫെറ്റിക്കബിലിറ്റി. വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഫോർ ഫെറ്റിക്കബിലിറ്റി? ഈവൻ ഫോർ ക്രോണിക് ഫെറ്റീഗ് സിൻഡ്രോം നമുക്ക് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ല. പേഷ്യന്റ് ഈ മയോഫേഷ്യേറ്റീസ് പോലെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അമിട്രിപ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതിനൊന്നും വലിയ പ്രൂഫ് ഇല്ല. സോ വി ഗീവ് ഈ ഹൈപ്പോ വൈറ്റമിനോസിസ് ഡി ഉള്ളവർക്ക് വൈറ്റമിൻ ഡി കൊടുക്കും, അല്ലെങ്കിൽ വൈറ്റമിൻ എ കൊടുക്കും. അത് കൊടുക്കും. ചിലവർ വൈറ്റമിൻ ഇ കൊടുക്കും. ഇറ്റ്സ് നോട്ട് ബാക്ക്ഡ് ബൈ എനി എവിഡൻസ്. ഓക്കെ. Is there any controversy on beneficial effects of remdesivir in COVID-19? Well, definitely everyone knows. Controversy എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം the biggest trial, SOLDARTI trial, said that there is no mortality benefit. The ACT-1 എന്ന് പറഞ്ഞ trial that is just funded by NIH, or you can say that was actually a placebo control trial. അപ്പോൾ അതിൽ mortality benefit ഉണ്ടെന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫോർ എ സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്, അതായത് ഓക്സിജൻ ലോ ഫ്ലോ ഓക്സിജൻ റിക്വയറിംഗ് പേഷ്യൻസിന് hypoxic requiring only low flow of oxygen. So they had a benefit of early discharge from ICU. That is 15 versus 11 days. അല്ല mortality benefitന് വേണ്ടി പവേർഡ് ആയിട്ടുള്ള സ്റ്റഡി അല്ലാതെ. അപ്പം പേഷ്യൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് when it is given in a particular stage. There was no benefit when it was given for those patients who are on high flow nasal oxygen, on ventilator, on NIV, on ECMO. അതിൽ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ WHO ട്രയലിൽ ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പിനെ അനലൈസ് ചെയ്തിട്ടുമില്ല. അതായത് ലോ ഫ്ലോ ഓക്സിജൻ പ്ലസ് ഹൈ ഫ്ലോ നേസൽ ഓക്സിജനെ ഒരുമിച്ചാണ് SOLDARTI ട്രയലിൽ അനലൈസ് ചെയ്തത്. അതിനൊരു പ്ലസീബോ കൺട്രോൾ ആമുമില്ല. അപ്പം ഡെഫിനറ്റ്ലി മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഇല്ല എന്നുള്ള SOLDARTI ട്രയലോടെ വ്യക്തമാണ്. പക്ഷേ ഡസ് ഇറ്റ് ഹാവ് എനി ബെനിഫിറ്റ് ഇൻ പേഷ്യൻസ് ഹു ആർ ഓൺ ലോ ഫ്ലോ ഓക്സിജൻ? അതിലാണ് കാര്യം. അപ്പോൾ വാട്ട് എവർ ആന്റിവൈറൽ യു വാണ്ട് ടു സ്റ്റാർട്ട്, ഇറ്റ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് പ്രിറ്റി ഏർലി. അല്ലാതെ NIV-ലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു കാര്യമില്ല. റെംഡെസിവിർ അല്ല ഏത് ആന്റിവൈറൽ ആയാലും. But നമ്മൾ we are in a fix. കാരണം after SOLDARTI trial result, everyone thought that remdesivir will be taken away from all the treatment protocols. അപ്പോഴാണ് US FDA declared that the remdesivir is the drug to be given for all the hospitalized patients. അതായത് the first drug antiviral to be approved for COVID-19 in the world by US FDA happens to be remdesivir. അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. And WHO the guidance on whether to continue with remdesivir etc. is awaited. But US FDA ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞ സ്ഥിതിക്ക് it is unlikely that it will be taken away. But if we do have access to remdesivir, it has to be used for those patients who are on low flow oxygen. No point in giving to those who are requiring high flow oxygen or those who are on ventilator. So definitely there is a controversy. So controversy ഇല്ലാത്ത 2 drugs ഉള്ളൂ basically, anticoagulants-ഉം steroids-ഉം. The pulmonary cause of palpitation, ഒന്ന് എംബോളിസത്തിന്റെ പാർട്ടായിട്ട് വരാൻ പറ്റും. എംബോളിസത്തിന് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റൽ എംബോളിസം പലപ്പോഴും CTPA കിട്ടിയെന്ന് വരില്ല. ഓക്കെ, പക്ഷെ അത് ലൈഫ് ത്രെറ്റനിങ് ആയിരിക്കില്ല. സോ ഈ അത് കാരണം വരാൻ പറ്റും. ഹൈപ്പോക്സിയ കാരണവും പാൽപിറ്റേഷൻ വരാൻ പറ്റും. And a very important question, diabetic management of uncontrolled diabetes in post-COVID. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കോംപ്ലിക്കേഷൻസ് ഡ്യൂ ടു COVID-19 എന്ന് പറയുന്നത് COVID-19 കൊണ്ടും വരാം, കോമോഡിറ്റീസിന്റെ കൺട്രോളിൽ പോകുന്നത് കൊണ്ടും വരാം. We know the ACE2 receptors and serine protein 2 receptors are present in the beta cells. അപ്പം ഈ ഡൗൺ റെഗുലേഷൻ ഓഫ് ദ റിസപ്റ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഇൻസുലിൻ സെക്രീഷൻ കുറയുന്നുണ്ട്, സൈറ്റോകൈൻ സ്റ്റോം കൊണ്ട് ഇൻസുലിൻ സെക്രീഷൻ കുറയുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ ദ ഇൻസുലിൻ റിക്വയർമെന്റ്സ് ആർ ഗോയിങ് അപ്പ് ആൻഡ് ബിക്കംസ് എ ബിഗ് ഹെഡ് ഏക്ക്. എസ്പെഷ്യലി ഇവർ ഹൈപ്പോക്സിക് ആയിരിക്കും, സ്റ്റിറോയിഡ്സ് കൊടുക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കൺട്രോൾ ദം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രോട്ടോകോൾ ഇപ്പോൾ റിവൈസ് ചെയ്ത് വരുമ്പോൾ one session will be on diabetic control also. It's very, very important. Likewise, post-COVID-ലും പലപ്പോഴും നമ്മൾ ഓറൽ സ്റ്റിറോയിഡ്സ് കൊടുത്ത് വിടാറുണ്ട് ഈ പേഷ്യൻസ് ആർ ഹാവിങ്
the fibrosis and all, അവർക്കും ഈ diabetic control has to be meticulous. അപ്പോൾ എന്തായാലും RBS 180 മുകളിൽ പോകാൻ നോക്കണം. 200 കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രോഫിൽ ഫാഗോസൈറ്റോസിലൊക്കെ പ്രശ്നം വരും. സോ അതിന് വാട്ട് ടു ഡു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി ഇൻഡിവിജ്വലൈസ്ഡ്. ഓക്കെ, a sort of guideline is in the making, how to optimize the glycemic control during acute COVID as well as in the post-COVID scenario. എന്തായാലും post-COVIDനെ പറ്റി അത് പറഞ്ഞത് വളരെ നല്ല കാര്യമായി. കാരണം in the guideline also you are focusing only on the glycemic control in the acute phase. So I'll ask our endocrinology team to write on the post-COVID aspect as well. Okay. 3 questions ഇതിൻ്റെ അകത്തുള്ളൂ. ഒരു വേണുഗോപാൽ സാറിന്റെ, ഒരു ഡോക്ടർ വേണുഗോപാലാണ് ഒരു സംശയം ചോദിക്കുന്നത്. ഈ റെംഡെസിവിർ അവൈലബിൾ ഇൻ കേരള, വാട്ട് ഇസ് ദ കോസ്റ്റ്? നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട്, റെംഡെസിവിർ യൂസ് ചെയ്യുന്നുണ്ട്. അവൈലബിലിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3,800 പെർ വയലാണ് കിട്ടുന്നത് 100 മില്ലിഗ്രാമിന്. ഒരു പേഷ്യന് 30,000 റുപ്പീസ് ആകും. 5 ഡേ കോഴ്സിന് 30,000 റുപ്പീസ് ആകും. കറക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള പേഷ്യന്റിന് മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു സിക്കാണ് പേഷ്യന്റ് എന്ന് പറഞ്ഞ് റെംഡെസിവിർ കൊടുത്തിട്ട് കാര്യമില്ല. And one important thing you should know about remdesivir എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിക്ലോറോക്കിന്റെ കൂടെ കൊടുക്കരുത്. remdesivir ഈ bronchial epithelial cell remdesivir triphosphate is the active moiety. So this the chloroquine hydroxychloroquine can inhibit the activation of remdesivir to remdesivir triphosphate. അപ്പം ഇന്ത്യ കേരളത്തിലെ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മീൻസ് ടെർഷറി കെയർ സെന്റേഴ്സ് ആർ യൂസിങ് remdesivir. ബട്ട് ദെൻ എല്ലാ പേഷ്യൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ കോൺട്രാഇൻഡിക്കേഷൻസ് ഓൾസോ യു ഷുഡ് നോ. STPT more than 5 times from the baseline, creatinine clearance less than 30, etc. You need to be very careful while administering remdesivir. Pregnancy, lactation, pediatric population DCG approval India illengilum in Kerala guidelines, compassionate ground in pediatrics also you can give remdesivir. Definitely ഈ പറഞ്ഞ പോലെ controversy മായ drug ആണ് remdesivir. Don't think that remdesivir is a magic bullet. Magic bullet is the administration of steroids at the right time, at the right dose, for the right duration. Very interesting question വന്നിട്ടുണ്ട്. Is nebulization with streptokinase useful to prevent fibrin deposition? ഇത് ആക്ച്വലി കേസ് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് nebulization with streptokinase ഉണ്ട്. ഈവൻ fibrinolytic യൂസ്, അതായത് ഫൈബ്രിൻ സ്പെസിഫിക് ത്രോംബിനോലൈറ്റ്, ടെനക്റ്റിപ്ലേസ് ആൾട്ടിപ്ലേസ് ഒക്കെ വെച്ചിട്ട് കേസ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പൊ എയിംസ് ഭോപ്പാലിന്ന് സീരീസ് ഓഫ് 6 പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അത് അവർ പറയുന്നത് ഇപ്പം പേഷ്യന്റ് ഈസ് ഓൺ NIV, നമുക്കറിയാം PF ratio is less than 100. അപ്പം ഈ പലയിടത്തും if the patient goes in for ventilation, the outcome is bad. എന്ന് പറഞ്ഞിട്ട് ARDS in കോവിഡും ARDS due to influenza different അല്ല. But then majority of the centers there are other issues with regard to this HR and all. So അതുകൊണ്ടായിരിക്കാം ഈ ventilated patients outcomes are not pretty good in COVID-19 across the world. മീൻസ് ഇന്ത്യയുടെ മാത്രം ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വെന്റിലേറ്ററിൽ പോവാതിരിക്കാൻ വേണ്ടി പല സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ ടോസിലിസിമാബ്, രണ്ടാമത്തെ ഒന്നായിരുന്നു ഈ സ്ട്രെപ്റ്റോകൈനേസ്, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകൈനേസ് ഈ നെബുലൈസ്ഡ് ആയിട്ടും അല്ലാതെ ഈ ടെനക്റ്റിപ്ലേസോ ആൾട്ടിപ്ലേസ് ഒക്കെ കൊടുക്കുന്നത്. എന്റെ മെക്കാനിസം ഈസ് ദാറ്റ് നമുക്ക് ഈ ഓട്ടോപ്സി സ്റ്റഡീസിലൊക്കെ തന്നെ ഈ പൾമണറി വെസൽസിന്റെ അകത്ത് ഈ ഫൈബ്രിൻ റിച്ച് ത്രോംബൈ വരുന്നുണ്ട്. ഓക്കെ, സോ അതിനെ ലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കേസ് റിപ്പോർട്ട്സ് വരുന്നത്. എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിന്റെ പാർട്ടായിട്ടും ഇത് വന്നിട്ടില്ല. ഓക്കെ, കമ്പാഷൻ ഗ്രൗണ്ടിൽ ഓരോ സെന്റേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ട്രയൽസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് പ്രോട്ടോകോളൈസ്ഡ് ആയിട്ട് ഇത് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ലൈഫ് ത്രെറ്റനിങ് ബ്ലീഡ് ആയിരിക്കാം. ദാറ്റ് ഈസ് എ പ്രോബ്ലം. പക്ഷേ സാറിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ഇറ്റ് പ്രിവെന്റ് ഫൈബ്രിൻ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ. കാരണം ഇത് പ്രോസസ്സിനെ ആൾട്ടർ ചെയ്യുന്നില്ല. ആ സമയത്തുണ്ടായിരുന്ന ത്രോംബസിനെ ലൈസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ ഫൈബ്രോ proliferative process might continue. That is the issue. Use of NSTL cysteine and inhaled steroids. Inhaled steroids contraindicated അല്ല, പക്ഷേ ഈ MDI ആയിട്ട് യൂസ് ചെയ്യാവൂ. നെബുലൈസർ യൂസ് ചെയ്യരുത്. നെബുലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സേഫ് ഫോർ ദ പേഷ്യൻസ് ബട്ട് നോട്ട് ഫോർ ദ ഹെൽത്ത് കെയർ വർക്കർ. NSTL cysteine യൂസ് ചെയ്യുന്നുണ്ട് ആസ് ആൻ ആന്റി ഓക്സിഡന്റ് ആൻഡ് മ്യൂക്കോലൈറ്റിക്, ബട്ട് ദെൻ ഡെഫിനറ്റ് റോള് പറയാൻ പറ്റത്തില്ല. Is there a specific protocol for exercise and rehabilitation post-COVID with CAD? Okay, definitely. അത് നമ്മൾ ഈ പറയുന്നത് CAD എന്ന് പറയുന്നത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ സിവിയർ LV ഡിസ്ഫങ്ഷൻ ഒക്കെ ആണെങ്കിൽ യു നീഡ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, അതർവൈസ് നമ്മുടെ പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുള്ളത് ഈ കാർഡിയക് പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് ഓൺലി ഗ്രേഡഡ് എക്സസൈസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് പൾസ് ഓക്സിമീറ്റർ വേണം. ഈ CAD പേഷ്യൻസും ഒക്കെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ they need to have a pulse oximeter. So what we are focusing on is a graded exercise program ആണ്. ഒറ്റയടിക്ക് കയറി ചെയ്യാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. But don't advise this for those patients with severe LV dysfunction or those patients having cardiomyopathy.
Is a baseline echo necessary in if the patient hospitalized in the Samayat and acute coronary event a conduct, they will be having a baseline echo. Allah actually are chain the feasible irikilla, patient baseline echo chianula. Khalid, doctor, ഒരു സംശയം കൂടി ചോദിച്ചിരിക്കുകയാണ്. Any clinical sign to differentiate MISA and septic shock? ക്ലിനിക്കൽ സൈൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലം നമ്മൾ ഈ പറയുന്ന കൾച്ചേഴ്സ് നമുക്ക് ഒരു 48 hours ശേഷമേ കിട്ടത്തുള്ളൂ. അന്ന് കൾച്ചർ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഈ മയോകാർഡൈറ്റിസ് ഒക്കെ വരുമ്പോഴേക്കും മിസ്റ്റേക്ക് വി നീഡ് ടു സ്റ്റാർട്ട് സ്റ്റിറോയിഡ്സ് അറ്റ് ദ ഏർലിയസ്റ്റ്. വി കനോട്ട് റിലൈ ഓൺ പ്രോകാൽസിറ്റോണിൻ. ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. Procalcitonin can be elevated as a part of MISA also. So what we do is, so when we are suspecting a patient as having septic shock, and the patient in present septic shock, the physician is suspecting they are in shock because of myocarditis and the neutrophilia is there. The first patient 25,000 and count, other patient 30,000, 40,000 you range. So definitely septic shock is suspected. Septic shock is suspected. Next is, what is the cause of this septic shock? So definitely without a foci of infection, patients are not likely to go into septic shock. Especially in the case of 23-year-old male. 23-year-old male, why should the patient go into septic shock? Then another patient was a 14-year-old girl. So why should she go into septic shock? She is not having any comorbidities. A source of infection noka. Skin and soft tissue normal. Bone and joint usually septic shock. Then is there a pulmonary process involved at the X-ray the lungs are clear? The next thing is a gastrointestinal or genitourinary foci. Adu illa ennu ariyamengil oru foci illa adu septic shock varanulla chance koravaanu ennulla clinical judgment etti kayinjal the first thing ilote thirichu varum, is it an infection or an inflammatory process? Appo namukku infection evidence oru source kandupidikkan pattunnillengil we have to think in terms of an inflammatory process. Inflammatory process nu parnja MISA has to be kept in mind. Enna maathre kettathullu. Pinne Dr. Khalid ചോദിച്ച വളരെ വാലിഡ് ആണ്. നമ്മൾ ആന്റിബയോട്ടിക്സ് മൊത്തം സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റിറോയിഡ്സ് കൊടുക്കുമോ, along with antibiotics steroids കൊടുക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ definitely only along with antibiotics we will give steroids. കാരണം we will be awaiting the culture reports. അപ്പോൾ കൾച്ചർ ഒന്നും കിട്ടാതെ നമ്മൾ ഒരിക്കലും സെപ്റ്റിക് ഷോക്കിനെ ടോട്ടലി റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അണ്ടർ കവർ ഓഫ് ആന്റിബയോട്ടിക്സ് വിൽ ബി ഗിവിംഗ് ഹൈ ഡോസ് steroids. Blood donation in a COVID recovered case after how long? That is actually a blood donation, this thing, a convalescent plasma ആണെങ്കിൽ you can donate after 28 days. 28 days ആണ് പറയുന്നത്. നേരത്തെ ആണെങ്കിൽ 14 days എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് 2 RT-PCR നെഗറ്റീവ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി 28 days ആഫ്റ്റർ ഡിസ്ചാർജ് ആണ് കൺവാലസന്റ് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും ട്രാൻസ്ഫ്യൂഷൻ സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് അഡർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എൽഡർലി അങ്ങനെയൊന്നും അവരൊന്നും എടുക്കില്ല. ബ്ലഡ് ഡൊണേഷനും അവരുടെ ഒരു എന്തെങ്കിലും ഒരു സിവിയർ ഡിസീസിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന പേഷ്യന്റ് 3 മാസത്തിന് ശേഷം എടുക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ കോവിഡ് വരാനുള്ള ചാൻസ് വളരെ വളരെ റിമോട്ടാണ്. 1% കേസിൽ മാത്രമേ RNA മീൻസ് ബ്ലഡിൽ നിന്ന് extract means demonstrate ചെയ്യാൻ പറ്റത്തുള്ളൂ. So that also as per the transfusion guidelines. സിക്ക പോലെ 6 months പറയുന്നില്ല.